والصلاة والسلام على سيدنا محمد وعلى آله وصحبه أجمعين. സിദ്ഖിനെ കുറിച്ചാണ് നമ്മുടെ സംസാരം. 2 ഫസൽ കഴിഞ്ഞു. അൽ ഫസലു സാലിസു ഏതാ? ഫീ തൊറഫിൻ മിൻ സിയരി സ്വാദിഖീന വഅഖ്ബാരിഹിം. സാദിഖീങ്ങളായ സലഫുസ്സാലിഹീങ്ങളുടെ ചില ചരിത്ര സംഭവങ്ങളാണ് പറയുന്നത്. അല്പമേ പറയൂ. ഖാല ഹംദൂൻ അൽ ഖസ്സാർ റളിയല്ലാഹു അൻഹു പറയുകയാണ്. ആരാണ് ഹംദൂൻ അൽ ഖസ്സാർ? അൽ വലിയുൽ മലാമത്തിയൂൻ, ശൈഖ് സൂഫിയ, സൂഫിയാക്കളുടെ ശൈഖാണ്. മലാമത്തി എന്ന് പറഞ്ഞാൽ ചെയ്യുന്ന സാലിഹായ അമാലൊന്നും വെളിപ്പെടുത്താതെ സാധാരണക്കാരെ പോലെ, സാധാരണക്കാർക്ക് കവിഞ്ഞെനിക്കൊന്നും ഉണ്ടെന്ന് പ്രകടമാക്കാതെ ഒളിപ്പിച്ച് വെക്കുന്നൊരു സ്വഭാവമാണ് ഈ മലാമത്തി എന്ന് പറഞ്ഞ വിഭാഗത്തിനുള്ളത്. തലകൃതി തെറ്റുണ്ടായിട്ടല്ല പറയുന്നത്. എന്താ പറയുന്നത്? അബൂ സാലിഹ് ഹംദൂൻ ബിൻ അഹ്മദ് നൈസാബൂരി അൽ മഅറൂഫ് ബിൽ ഖസ്സാർ, പഴയ ആളാണ്. വഫാത്ത് 271 കുറേ മുമ്പയില്ലേ. ഈ മലാമത്തി എന്ന് പറഞ്ഞാൽ എന്താ? തഹ്രീബുൽ ലാഹിർ വൈമാറത്തുൽ ബാത്തിൻ. എന്താ ലാഹിർ? എന്താക്കും? സാധാരണ പോലെ ഒരു പ്രശസ്തി ഉണ്ടാകുന്ന വസ്ത്രമോ സംസാരമോ ഒന്നും ഉണ്ടാവില്ല. ഒന്നും വലിയ ക്ഷമൻ്റെ ആളുകളാണ്. സാധാരണക്കാരുമായിട്ട് അവർക്കൊന്നും വ്യത്യാസം കാണിക്കാത്ത രീതിയിൽ എന്താക്കും? ഇൽമുണ്ടെന്നും അറിയിക്കൂല, ഇബാദത്തുണ്ടെന്നും അറിയിക്കൂല, പ്രത്യേക അഹ്വാലുണ്ടെന്നും അറിയിക്കൂല. ആ കൊലത്തിൽ അഥവാ ഇമാറത്തുൽ ബാത്തിൻ, ബാത്തിന് നന്നായിട്ട് ചമയിക്കല വഴി, ശുക്ർ കൊണ്ടും സിദ്ഖ് കൊണ്ടും മറ്റേ എല്ലാം കൊണ്ടും. മൽത്തിസാമി ശരീഅ, ശരീഅത്തിനെ മുറുകെ പിടിക്കലാണ്. മിൻ കലാമി ഹംദൂൻ ലാ യജ്സഉ മിനൽ മുസീബത്തി ഇല്ലാ മൻ ഇത്തഹമ റബ്ബഹു എന്ന് മൂപ്പറെ ഹിക്മത്തിൻ്റെ ഒരു വാക്കെടുത്ത് വെച്ചെന്നേ ഉള്ളൂ. മുസീബത്ത് വന്നാൽ വെപ്രാളം കാട്ടൂല, റബ്ബിനെ പറ്റി തെറ്റിദ്ധാരണയുള്ളവെങ്കിലല്ലാതെ. അതായത് അള്ളാഹുവിൻ്റെ മക്കളിൽ നിന്നാണ് മുസീബത്ത് വരുന്നതെന്ന് അറിഞ്ഞിട്ട് ഓൻ പിന്നെ വെപ്രാളം കാട്ടുന്നു. അള്ളാഹിനെ പറ്റി എന്തുണ്ട് അതിലൊരു ധാരണപ്പിഴവുണ്ടെന്ന് പറഞ്ഞു. ആ ഹംദൂനുൽ ഖസ്സാർ പറയുന്നത് മൻ നദറ ഫീ സിയരി സലഫി, സലഫുസ്സാലിഹീങ്ങളുടെ ചരിത്രത്തിൽ ഒരാൾ കണ്ടുപിടിച്ചാൽ അറഫ തഖ്സീറഹു, ഇവൻ്റെ സ്വയം തഖ്സീർ മനസ്സിലാക്കാൻ കഴിയും. നമ്മ ഒന്നും എവിടെയും എത്തിയിട്ടില്ല, നമ്മ ആരും എല്ലാം കുറേ ചെരുപ്പ് വെക്കേണ്ട സ്ഥലത്ത് വരെ നമ്മൾ എത്തിയിട്ടില്ല എന്ന് തിരിയും. വതഖല്ലഫഹു അൻ അദ്നാ ദറജാത്തി റിജാൽ, അല്ലാഹു തആല അംഗീകരിച്ച ചില റിജാലില്ലേ, റിജാലുല്ലാ തുൽഹീഹിം എന്ന് പറഞ്ഞ അവരുടെ അടിയിലെ പോലും നമ്മൾ എത്തിയില്ല, പിന്നൊക്കെക്കാരാണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. നമ്മൾ സ്വയം ചിന്തിക്കാൻ വിചാരിക്കോ നമ്മൾ വലിയ ആളെന്ന് ഒന്നുമില്ല. ഖാല ശൈഖ് സക്കരിയ അൽ അൻസാരി റളിയല്ലാഹു അൻഹു, ഉറപ്പിച്ച് എല്ലാവർക്കും അറിയാലോ. ലഅന്ന സഹാബത റളിയല്ലാഹു അൻഹും ബദലു അംവാലഹും വഅൻഫുസഹും ഫീ സബീലില്ലാഹ്, അവരുടെ സമ്പത്തും അവരുടെ ജീവിതം മുഴുവനും അല്ലാഹുവിന്റെ ഫീ സബീലിൽ ചെലവഴിച്ചവരാണ് ആര്? അസ്ഹാബിമാർ. ശ്രദ്ധിക്കുന്നില്ലേ? എൻ്റെ വെറും ഒരു പാടുപടലായിട്ട് ബാക്കിയല്ല ഇത് ഒതുങ്ങിക്കോളും എന്ന് വെച്ചാൽ എന്നാൽ ബുദ്ധിജീവികൾക്ക് ക്ലാസ് എടുക്കുന്നത് ഈ വഹിക്കലിന് വേണ്ടിയിട്ടല്ല. അപ്പോൾ ആഴ്ചയെല്ലാം വെറുതെ പോകാനും തരും. വബാഉ അൻഫുസഹും ലില്ലാഹ്, അല്ലാഹു തആലാക്ക് വേണ്ടി അവരുടെ നഫ്സിനെ അവർ വിറ്റിരിക്കുകയാണ്. വസദഖു ഫീമാ ആഹദുല്ലാഹ അലൈഹി, അല്ലാഹുവിനോട് ചില കരാർ ചെയ്ത് ആ കരാർ സത്യസന്ധമായി പാലിക്കുന്നവരാണ്. കമാ ഖാല അല്ലാഹു തആല, അല്ലാഹു തആല തന്നെ അവരെ വർണ്ണിച്ച് പറഞ്ഞിട്ടുണ്ട്. മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി, ആയത്ത് മുമ്പ് കഴിഞ്ഞിട്ടുണ്ട്. മുഅ്മിനീങ്ങളിൽപ്പെട്ട ചിലരുണ്ട്, അള്ളാഹുവിനോട് അവർ ചെയ്ത കരാറ് സത്യസന്ധമായി പാലിക്കുന്ന റിജാലുകളാണ് അവർ. അതാ അതുപോലെ വത്താബിഊന ബഅദഹും, അവർക്ക് ശേഷം വന്ന താബിഈങ്ങളോ അജ്ഹദൂ അൻഫുസഹും, അവരെ നഫ്സിനെന്താക്കിയിട്ടുണ്ട്? വളരെയധികം അധ്വാനിപ്പിച്ചിട്ടുണ്ട്. എന്തിന്?
ഫിൽ ഉലൂമി വൽ അഅ്മാൽ വൽ ഇഅറാദി അനിൽ ഖിതാബ്. ദുനിയാവിലെ നശ്വരമായ ചരക്കിനെ അവഗണിക്കലിലും സമ്പൂർണമായി അമൽ ചെയ്യലിലും ഇൽമ് പഠിക്കുന്ന വിഷയത്തിലും അങ്ങേയറ്റം കടുതാധ്വാനം ചെയ്യിപ്പിച്ചിട്ടുണ്ട്. ഫമൻ അംഅനൻ നളറ ഫീ സിയരിഹിം, അവരുടെ ചരിത്രങ്ങളിൽ ഒരാൾ ആഴത്തിൽ ചിന്തിച്ചാൽ, സുമ്മ വസന നഫ്സഹു ബി അഹ്വാലിഹിം, ഒരു തട്ടിൽ അവരുടെ അഹ്വാലും വെക്കുക, ഒരു തട്ടിൽ നഫ്സിനെയും വെക്കുക. എന്നാൽ പിന്നെ കുറേ കാലമല്ല ബലിയാളെന്ന് പറഞ്ഞിട്ട് നടിച്ചിട്ടും ഭാവിച്ചിട്ടും നടക്കുന്നത്. അതൊന്ന് അവസാനിക്കണം. ലം യജിദ്ഹ, ഇവന്റെ നഫ്സിനെ കാണൂല. ഇൻദ ഉശ്രി മാ ഫഅലൂഹു, ആ മഹാന്മാർ ചെയ്ത പ്രവർത്തനത്തിൻ്റെ 1/10 ഭാഗത്ത് പോലും ഇവനെത്തിയിട്ടില്ല, കാണൂല എന്ന് മനസ്സിലാക്കാൻ കഴിയും. പിന്നെ പഠിച്ച് എന്ത് കിട്ടിയെന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ ഇത് കിട്ടി. കുറേ കാലമായി വലിയ ആളാന്ന് നമ്മൾ ഭേദപ്പെട്ടോറാന്ന് മനസ്സിലാക്കി നടന്നെല്ലാം പൊളിക്കേണ്ടി വന്ന് എന്നാൽ കുറേ ഉജുബെങ്കിലും പോയി കിട്ടുമല്ലോ. ഇൻതഹ ذكره في شرحه على رسالة القشيرية. റിസാലത്തുൽ ഖുശൈരിക്ക് സക്കീർ അൽ അൻസാരി തങ്ങളുടെ ഷറഹുണ്ട്. ഇഹ്കാമുദ്ദലാല എന്നതിന് പേര് 4 വോള്യുണ്ട്. ഇഹ്കാമുദ്ദലാല അലാ തഹരീരിൽ റിസാല. അതിന് ഹാഷിയുണ്ട്, നതായിജുൽ അഫ്കാർ അൽ ഖുദ്സിയ്യ എന്ന് പറഞ്ഞിട്ട്. തസവുഫിൻ്റെ ഒരു ബഹറാണ്. ഒരു പേജ് വായിച്ചാൽ ഒരു ബഹറിൽ പോയ ഫലം കിട്ടും. നതായിജുൽ അഫ്കാർ അൽ ഖുദ്സിയ്യ. വേറെ ഷുറഹുകളുണ്ട്. നമ്മൾ പേരും പറയുന്നില്ല. മുസ്തഫൽ അറൂസി. അതെ, മുസ്തഫൽ അറൂസി. ഈ അടുത്ത കാലം വരെ കിട്ടാത്ത കിതാബായിരുന്നു. മറ്റേ മെസ്സിൽ പോകുന്നവനോട് അറിയിച്ചു കൊടുത്തു. അവർ പറഞ്ഞ് ഇതിന് ചെറിയ തകരാറുണ്ട്. എന്താ തകരാറെന്നറിയോ? മത്തിന് ഷറഹ് ഹാഷ്യ എങ്ങനെയാണല്ലോ, നമ്മളെ ഫത്ഹുൽ മുഈനിന്റെ മാതിരിയാണല്ലോ. മത്തിന് അതിന് ഷറഹ് അതിന് ഹാഷ്യ, ഇതെല്ലാം കൂടെ ഒറ്റ ഇബാറത്തിലാണ് വന്നത്. അപ്പോൾ മഴക്കാലത്ത് വെള്ളം എന്ന് പറഞ്ഞ കണക്ക് റോഡും കൊണ്ടും എല്ലാം സമം. കൊണ്ട് എവിടെയാണ് സമയമുള്ള റോഡ് എന്നോടെ തിരിയില്ല. അല്ല, മത്തിന് വേറെ തന്നെ എടുത്ത് വെച്ചിട്ട് അതിന് അണ്ടർലൈനോ ഹർക്കാത്തോ കൊടുക്കണം. ഞാൻ അങ്ങനെയെങ്കിലും അങ്ങനെ, എനിക്കത് പ്രശ്നമില്ല. നിങ്ങൾ 3 കൂടി ബലകീച്ച് അടിമറിച്ചിട്ട് കഴിഞ്ഞാലും ഇൻഷാ അല്ലാഹ് ഓർമ്മിക്കും. അതൊരു ഐബാന്ന് വെച്ചിട്ട് ഒഴിവാക്കണ്ട. എന്നാലും കിതാബിന് വേത്തുണ്ടെന്ന് വരാല. ഇപ്പം കിട്ടുന്നുണ്ടാവും, നോക്കിക്കോണം. നതായിജുൽ അഫ്കാർ അൽ ഖുദ്സിയ്യ, ഇങ്ങനത്തെ 4 ഉള്ളിയുണ്ട്. പിന്നെ മറ്റു ഷറഹ് വേറെയുണ്ട്. അതൊന്നില്ലേ സാനി وعن أنس رضي الله عنه قال غاب عمي أنس بن النضر رضي الله عنه. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖാദിമായ അനസാണ് റിപ്പോർട്ട് ചെയ്തു. എൻ്റെ അമ്മ, ഉപ്പാൻ്റെ സഹോദരൻ, അത് മറ്റൊരു അനസാണ്. അനസ് ബിൻ നദറാണ്. റാബി ആരാണ്? അനസ് ബിൻ മാലിക്കാണ്. കിതാലി ബദർ യുദ്ധത്തിനെ തൊട്ട് ആയിബായി, എന്തോ കാരണത്താൽ പോകാൻ കഴിഞ്ഞില്ല. ഫഖാലത്ത്, അവർ പറഞ്ഞു, യാ റസൂലല്ലാഹ് ഗീബതു അൻ അവ്വലി ഖിതാലിൻ ഖാതൽതൽ മുശ്രിക്കീൻ, മുശ്രിക്കീങ്ങളുമായി ഏറ്റുമുട്ടിയ ആദ്യത്തെ ഖിതാലിൽ എനിക്ക് പങ്കെടുക്കാൻ കഴിയാതെ എനിക്ക് അവസരം നഷ്ടപ്പെട്ടു. ലഇനില്ലാഹു അഷ്ഹദനി ഖിതാലൽ മുശ്രിക്കീൻ, ഇനി മുശ്രിക്കീങ്ങളുമായി ഏറ്റുമുട്ടൽ എനിക്ക് അല്ലാഹു തആല സാക്ഷ്യം വഹിച്ചെങ്കിൽ ലയറയന്ന മാ അസ്നഉ, ഞാൻ എന്ത് പ്രവർത്തിക്കുമെന്ന് അല്ലാഹ് കാണുക തന്നെ ചെയ്യുന്നു. അങ്ങനത്തെ ഒരു ത്യാഗം ഞാൻ അവിടെ വഹിക്കും. ഇതാണ് അഹദ്. എൻ്റെ അടുത്ത യുദ്ധം വന്നപ്പോൾ പോയി എന്ന് പറഞ്ഞിട്ട് അല്ല തോഫിയാക്കിയിട്ടില്ലെന്ന് പറഞ്ഞ ഓടലല്ല. ഇതിനെല്ലാം അള്ളാഹുവിൻ്റെ പേരിൽ അത് അല്ല തോഫിക്ക് ചെയ്യാത്തുണ്ട്. ആര് പറഞ്ഞു? ചെയ്തിട്ട് നീ എടുക്കാൻ ഞാൻ അള്ളാഹ്ക്കിന് കുറ്റം, വളമ്പി തന്ന ചോറ് വയ്ക്കുക ഞാൻ വളമ്പക്കാരനെ കുറ്റം. ഫലമ്മാക്കാന യൗമുഹദിൻ, അടുത്ത യുദ്ധം ഇപ്പം ഉഹദല്ലേ, ഇൻകശഫൽ മുസ്ലിമൂൻ, മുസ്ലിമീങ്ങൾ എന്തായി ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചിഹ്ന ഉന്നമാകേണ്ടി വന്നു. അത് ഓരോ കുറ്റപ്പെടുത്തുന്നതല്ല, അന്ന് തന്നെ അംഗീകരിച്ചിട്ട് അത് വേണമെന്ന്. മറ്റൊരു ചതി ചെയ്തതല്ലേ. യുദ്ധം അവസാനിച്ച സ്ഥലത്ത് ആദ്യം വിജയം
യുദ്ധം അവസാനിച്ച സ്ഥലത്ത് നിന്നാണ് ഓരും തിരിച്ചു വന്നിട്ട് രണ്ടാമത് പിറകെ കൂടി വന്നിട്ട് ആക്രമിക്കും. അത് ഇങ്ങനെ സംഭവിച്ചാൽ എന്ത് ഇവിടെ നടക്കുമെന്ന് കാണിച്ചു കൊടുത്തത്. ഫഖാല, മൂപ്പർ പറഞ്ഞ്, അല്ലാഹുമ്മ അഅ്തദിറു ഇലൈക മിമ്മാ സനഅ ഹൗലായി, അസ്ഹാബിമാരെ വക്കൽ നിന്ന് പറ്റിയ കാര്യത്തിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കുന്നു. ഈ ഹൗലായി ആരാ? അസ്ഹാബിമാർ. വഅബ്റഉ ഇലൈക മിമ്മാ സനഅ ഹൗലായി എന്ന മുശ്രിക്കീങ്ങൾ ചതി പ്രവർത്തിച്ചിട്ട് അവസാനിപ്പിച്ച യുദ്ധം തങ്ങി വീണ്ടും തുടങ്ങിയല്ലേ, ആ ചെയ്തതിന് എന്താക്കുന്നത് നമ്മ ഉത്തരവാദിയല്ല. അതിൽ നിന്ന് നമ്മൾ മാറുന്നു. എന്നിട്ട് സുമ്മ തഖദ്ദമ, പിന്നെ മുന്നോട്ട് പോയി. ഫസ്തഖബലഹു സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു അന്ന് അഭിമുഖമായി വരുന്നു. ഫഖാല യാ സഅദ് ഇബ്നു മുആദ്, സഅദ് ഇബ്നു മുആദിനെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, റളിയല്ലാഹു അൻഹു, അൽ ജന്നത്തു വറബ്ബിൽ കഅബ, കഅബത്തിന്റെ റബ്ബിനെ തന്നെയാണ് സത്യം, സ്വർഗമിതാ, ഇന്നി അജിദു റീഹഹാ മിൻ ദൂനി ഉഹുദിൻ, ഉഹുദിന്റെ താഴ്വരയിൽ കൂടി സ്വർഗത്തിന്റെ മണം ഞാനിത് ആസ്വദിക്കുന്നുണ്ട് എന്ന് പറഞ്ഞു. ഒരു കഷ്പം. സുമ്മമല, പിന്നെ അങ്ങോട്ട് പോയി. എത്ര വരെ ഒരു ചില റിവായത്തിൽ കാണാം, വായിലൊരു കാരക്ക ഉണ്ടായിരുന്നു, അത് ചവച്ചു തീർക്കാൻ പോലും സമയം എടുത്താണ്ട് പോയി എന്നവർ. ഫഖാതലൽ ഖൗമ ഹത്താ ഖുതിൽ, ഷഹീദാകുന്നത് വരെ മൂപ്പർ യുദ്ധം ചെയ്തു. ഖാല അനസ്, ഇതേത് അനസ്? നമ്മുടെ റാവി. ഫവജദ്നാ ബിഹി ബിദ്അൻ വസമാനീന, 80 ചില്ലാനം പരുക്കുകളാണ് നാം അവർക്ക് എത്തിച്ചത്. മാ ബൈന ദർബത്തിൻ, അതിൽ വെട്ടിൻ്റെ അടയാളം കൊണ്ട്, ബിസ്സഹി വാള് കൊണ്ടുള്ള, ഔ തഅനത്തിൻ ബിറുംഹി, അല്ലെങ്കിൽ ഈ കുന്തം കൊണ്ടുള്ള കുത്തിൻ്റെ അടയാളമുണ്ട്, അമ്പ് കൊണ്ടുള്ള ഏറുണ്ട്. ഇതെല്ലാം കൂടെ കൊണ്ട് 80 ചില്ലാനം. ബിദ്അ എന്ന് പറഞ്ഞാൽ 3 മുതൽ 10 താഴെയുള്ള എണ്ണ. അപ്പം എത്ര? ഈ 83 ആകാം, 84 ആകാം, 85, അങ്ങനെ പോട്ടെ. കൊല്ലപ്പെട്ടതായിട്ടാണ് നാം അവിടെ എത്തിച്ചത്. മുശ്രിക്കുകൾ എന്താക്കി കോലം മക്കെടുത്തിട്ടുണ്ട്, കയ്യും കാലക്കാൽ മുറിച്ചിട്ടും എല്ലാം വികൃതമാക്കി. ആർക്കും മൂപ്പർ കണ്ടാ തിരിയുന്നില്ല, ഉഖ്തിനല്ലാതെ, ബിബനാനിഹി, വിരൽ കൊടി നോക്കിയിട്ട് ഇതല്ല ആങ്ങളെയാണ് പറഞ്ഞതാ. ഖാല അനസ് റളിയല്ലാഹു അൻഹു പറയുന്നു, കുന്നാ നറാ, നമ്മൾ കാണുന്നു, ഹാദിഹിൽ ആയത, ഇത് മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ എന്നുള്ളത് ആളെ പേര് പറഞ്ഞിട്ടില്ലെങ്കിലും ഈ റിജാലിൽപ്പെട്ടവരാണ്. ഇത് മുഅ്മിനീങ്ങൾപ്പെട്ട ചിലരുണ്ടെന്നല്ല പറഞ്ഞ, ആ ചിലറിൽപ്പെട്ടതാ. നസലത്ത് ഫീഹി, അവരിലാണ് ഇറങ്ങിയത് അമ്മിൻ്റെ കാര്യത്തിൽ. വഫീ അശ്ബാഹിഹി, അതുപോലത്തെ വേറെ ആളുണ്ട്. من المؤمنين رجال صدقوا ما عاهدوا الله عليه إلى آخره. أخرجه البخاري ومسلم من حديث أنس رضي الله عنه. يعني وقول أنس رضي الله عنه إن الآية نزلت فيه وفي أشباهه إن ورد الله. ഈ മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ എന്ന് പറഞ്ഞ ആയത്ത് ഇപ്പം പറഞ്ഞ കളയപ്പാൻ്റെ കാര്യത്തിലും ആർഷിബിലും ആ അശ്ബാഹ് ബിൻ ആദിം അതല്ലേ, അശാറ ബിദാലിക ഇലാ ബഅദി മൻ അക്രമഹുല്ലാഹു ബിശ്ശഹാദത്തി ഫീ ഗസ്വതി ഉഹദ്. ഉഹദ് യുദ്ധത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഷഹാദത്ത് കൊണ്ട് ആദരിച്ച ചിലരിലേക്കാണ് ഇത് വഫീ അശ്ബാഹിഹി എന്ന് പറഞ്ഞ വാക്കുകൊണ്ട് ഉദ്ദേശിച്ചത്. ഖാല അസ്സുഹലി വഗൈറുഹു പറഞ്ഞു, കാന യൗമ ഉഹദിൻ യൗമ ബലാഇ വ തംഹീസ്. ഉഹദിൻ്റെ ദിവസം ഒരു ബലാഇൻ്റെ ദിവസമാണ്. അതുപോലെ നെല്ലും കല്ലും വേർതിരിക്കൽ എന്ന് പറയുന്നില്ലേ, നെല്ലും പതിലും വേർതിരിക്കൽ എന്നതുപോലെ ഈ വാക്തത്വം പാലിക്കുന്നവരാരുണ്ട്, ഇതിന്ന് ഒളിച്ചോടിയിട്ട് നമ്മൾ ജയിച്ചു എന്ന് പറയുന്ന ആൾ രണ്ട് കുറെ മുനാഫിക്കങ്ങൾ പിന്തിരിഞ്ഞോടിയില്ലേ, അതെല്ലാം വേർതിരിക്കുന്ന ദിവസമാണ്. മുഅ്മിനീങ്ങളെ അല്ലാഹു തആല നല്ലൊരു പരീക്ഷണത്തിന് വിധേയമാക്കി. മുനാഫിഖീങ്ങളെ അല്ലാഹു തആല വെളിപ്പെടുത്തി. അതാ തംഹീസ്. മിമ്മൻ കാന യുൽഹിറുൽ ഇസ്ലാമ ബിലിസാനിഹി വഹുവ മുസ്തഖ്ബിൻ ബിൽ കുഫർ. കുഫർ ഉള്ളിൽ വെച്ച് ഒളിപ്പിച്ചിട്ട് നാവ് കൊണ്ട് മുസ്ലിമാണെന്ന് പ്രഖ്യാപിക്കുന്ന അവരെല്ലാം വെളിപ്പെടുത്തിയിട്ടുണ്ട്. എന്നിട്ട് പറഞ്ഞു നമ്മളെ പൊരുത്തക്കേട് കിട്ടിയിട്ടാണ് ഇവരൊക്കെ എങ്ങനെ പോയത്.
ഇത് ഹംസത്ത് റളിയല്ലാഹു അങ്ങനെ സംഭവിച്ചു, മുസ്അബ് റളിയല്ലാഹു ഇങ്ങനെ സംഭവിച്ചൊക്കെ നമ്മളെ പൊരുത്തക്കേടാന്നാണ് ഓർ പറഞ്ഞു. فأكرم الله فيه من أراد كرامته بالشهادة من أهل ولايته. വിലായത്തിൻ്റെ അഹ്ലുകാരിൽപ്പെട്ട കാരണം സഹാബത്ത് മൊത്തത്തിൽ വിലായത്തുൽ കുബറാൻ്റെ ഉടമകളാണ്, ആരും ഒന്നും കുറഞ്ഞവരില്ല. ആ കൂട്ടത്തിൽ നിന്ന് തന്നെ ഷഹീദാവണം എന്ന് അല്ലാഹു തആല ആദരിച്ചു കൂട്ടുണ്ടല്ലോ. അപ്പം രണ്ടെണ്ണായി അല്ലാഹു തആല ആദരിച്ചു. വമിമ്മൻ അക്രമഹുല്ലാഹു ബിശ്ശഹാദത്തി, ഷഹീദാവല് കൊണ്ട് അല്ലാഹു തആല ആദരിച്ച കൂട്ടത്തിൽപ്പെട്ടു യൗമൈദിൻ അസദുല്ലാഹി വഅസദു റസൂലിഹി റളിയല്ലാഹു അൻഹും ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് സയ്യിദ് ശുഹദാ റളിയല്ലാഹു അൻഹു. ഇതെല്ലാം പദവിയാന്നവർക്ക് കുട്ടിക്കാലത്തെ ഇസ്ലാമിലേക്ക് വന്ന ആൾ. ഇസ്ലാമിൻ്റെ വലിയ താങ്ങും തണലും സഹായം രണ്ടാളാണ്. അതിനുള്ള ഉമർ ഇബ്നുൽ ഖത്താബ് തങ്ങളെ വരവും ഹംസത്ത് റളിയല്ലാഹു അൻഹു വരവും കൊണ്ടെന്നാക്കി ശത്രുക്കൾ ആകെ ഒതുങ്ങിപ്പോയി. പിന്നെയോ തങ്ങളെ മുത്താപ്പ, അതോടൊപ്പം തന്നെ മലോടി ബന്ധത്തിലുള്ള സഹോദരൻ, തങ്ങൾക്ക് രണ്ട് ബന്ധമല്ലേ, അമ്മിൻ്റെ ബന്ധമുണ്ട് മലോടി ബന്ധമുണ്ട്. രണ്ടാളും സുബൈത്തുൽ സുലൈമാനെ മല പിടിച്ചിട്ടുണ്ടല്ലോ. പിന്നെ ഖുറൈശിയാണ്, ഹാഷിമിയല്ലേ. ഹംസത്തങ്ങളുടെ ഉപ്പ അബ്ദുൽ മുത്തലിബ്, ഓറുപ്പ ഹാഷിം. അപ്പോൾ ഖുറൈശിയിലെ ഹാഷിമിയാണ്. എന്തെല്ലാം പദവിന് വേണ്ടി. അപ്പോൾ അവർക്കുള്ള സ്ഥാനപ്പേരാണ് അസദുല്ലാഹി എന്നൊരു പേരുണ്ട്, അസദു റസൂലിഹി എന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. ഹംസത്ത് ബിൻ അബ്ദുൽ മുത്തലിബ് സയ്യിദ് ശുഹദാ, അത് മറ്റൊരു സ്ഥാനമാണ്. സയ്യിദ് ശുഹദാ, ലോകത്ത് ഏതെല്ലാം ശുഹദാക്കളുണ്ട് അവരൊക്കെ സയ്യിദാണ് അവർ. കാനൽ കുഫാറു കത് സലബൂഹു വമസലൂ ബിഹി, അതാ കുഫാറുകളെ മൂപ്പറ കുത്തി കീറിയിട്ട് എല്ലാം കോലം കെടുത്തിക്കളഞ്ഞു. വബഖറു അൻ ബത്നിഹി, ബത്നി കീറി. വസ്തഖ്റജൂ കബിദഹു, കരൾ പുറത്തെടുത്തു. ഇതാണല്ലോ ചവച്ചു തുപ്പിയത്. വലമ്മാ റആഹു നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലം ഖതീലൻ, കൊല്ലപ്പെട്ടതായി കണ്ടപ്പോൾ ബക്ക, തങ്ങൾ കരഞ്ഞു എന്നാ പറഞ്ഞു. ഫലമ്മാ റആ മാ മുസ്ലിന ബിഹി, ഈ കോലം കെടുത്തിയിട്ട് ആളെ തിരിയാത്ത കോലത്തിലാക്കിയില്ലേ, കാതും മൂക്കെല്ലാം ചെയ്യും. അത് കണ്ടപ്പോൾ ഷഹക്ക ഷഹക്ക എന്ന് പറഞ്ഞാൽ ഈ കരയുമ ശബ്ദം പുറത്തു വെച്ചു. മറ്റുള്ള കരച്ചിൽ അറിയില്ലല്ല, പക്ഷെ അത് ഇഖ്തിയാരിയല്ല. ഷഹീഖ് സഫീർ രണ്ടുണ്ടല്ലോ, രണ്ട് ശബ്ദത്തിന് പേര്. ശ്വാസം ഉള്ളോട്ട് വലിക്കുമ്പോൾ എന്താക്കും, ഷഹീഖ് എന്ന് പറയും. പുറത്തേക്ക് വിടുമ്പോൾ എന്താ പറയും, സഫീർ. നരകത്തിനെ പറ്റി പറഞ്ഞില്ലേ. وعن أبي هريرة رضي الله عنه وقف عليه الصلاة والسلام على حمزة. ഹംസത്ത് റളിയല്ലാഹുവിന്റെ അടുക്കൽ നിന്ന് വഖദ് ഖുത്തില വമുസ്ലിന ബിഹി, ഷഹീദാകല് മാത്രമല്ല അവർ കോലം മറിച്ചിട്ടുണ്ട്. ഫലം യറ മൻളറൻ കാന ഔജഅ ലിഖൽബിഹി മിൻഹു, ആ സന്ദർഭത്തിനേക്കാണ് തങ്ങൾക്ക് കൽബിന് വേദനയുണ്ടാക്കിയ ഒരു കാഴ്ചയും ലോകത്ത് കാണപ്പെട്ടിട്ടില്ല എന്ന്. അപ്പം രണ്ടായി. വമിൻഹും ഹംദലത്തു ഗസീലുൽ മലായിക, മലായികത്ത് കുളിപ്പിച്ച ആളെന്ന് അവരുടെ വഹുവ ഹംദലത്തു ബിൻ അബീ ആമിർ റളിയല്ലാഹു അൻഹുണ്ട്. ഫഇന്നഹു ലമ്മാ സമിഅ സ്വൈഹത, യുദ്ധത്തിൻ്റെ വിളി ശബ്ദം ഉണ്ടല്ലോ, വിളിയാളം, അത് കേട്ടപ്പോൾ വഹുവ അലംറാത്തി, മൂപ്പർ പെണ്ണുങ്ങളെടുത്താണ് ഉള്ളത്. ഖാമ മിൻ ഫൗരിഹി ഇലൽ ജിഹാദ്, ഉടനടി ആ യുദ്ധക്കളത്തിലേക്ക് ഓടി. വലം യസ്മഹ ലിനഫ്സിഹി അൻ യതഅഖറ അനിൽ ഖുറൂജി ഹത്താ യഗ്തസില, കുളിക്കുന്നവരെ കാത്തു നിൽക്കാൻ പോലും മൂപ്പർ സമ്മതിച്ചില്ല. ഫസ്തു ഷഹീദ ബഹുവ ജുനുബൻ, ജനാബത്തോടു കൂടിയാണ് എന്തായത്, ഷഹീദായത്. അപ്പോൾ കുളിക്കേണ്ട ഉത്തരവാദിത്തം തീർന്നു. മറ്റുള്ള ആൾ കുളിപ്പിച്ചുകൊണ്ട് ആ ഉത്തരവാദിത്തം ഏറ്റെടുക്കുന്നുണ്ടെങ്കിലല്ലോ. അത് രണ്ട് കുളി വേണം. മയ്യത്ത് കുളിപ്പിക്കുന്ന കുളിയും ഓർക്ക് നേരത്തെ കുളിക്കാനുള്ള കുളിയും രണ്ട് കുളിയില്ല. ഇത് ചെറിയ ജാതിനികൾ പറയുന്നുണ്ട്. വരാക്കെന്ന കുറേ അസ്ബാബ് ബൽമിച്ച് ഒറ്റ കുളിയല്ലേ കൊണ്ടു. ഫഅഖ്ബറ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ അസ്ഹാബിമാരോട് അറിയിച്ചു കൊടുത്തു, അന്നൽ മലായികത തുഖസ്സിലുഹു, മലായികത്ത് കുളിപ്പിക്കുന്നുണ്ട്. അപ്പോൾ ഷഹീദിന് കുളിപ്പിക്കുകയും വേണ്ടല്ല,
ഇവർ മരിച്ചതിന് ശേഷം പിന്നെന്തും വേണ്ട, ഓരോ നേരത്തെ ബാക്കിയുള്ള കുളിയും വേണ്ട. പിന്നെന്താ ഈ കുളി? ആദരവ്. ലാഹികളുടെ ഒരു അശുദ്ധിയുടെ അലാമത്തേ വേണ്ട. അല്ല വീണൂല്ലേ? മുത്രമിട്ടോ അങ്ങനല്ല ഉണ്ട്. സുമ്മക്കാല പിന്നെ പറഞ്ഞു, സലു അഹ്ലഹു, അഹ്ലുകാരോട് ചോദിക്ക്, മാ ശഅനുഹു, എന്താണ് അവരുടെ അവസ്ഥ എന്ന് ചോദിച്ചപ്പോൾ, ഫസഅല ഇംറാത്തഹു, പെണ്ണുങ്ങളോട് ചോദിച്ചപ്പോൾ, ഫഅഖബറത്തുഹുൽ ഖബർ, പെണ്ണുങ്ങൾ വിവരം പറഞ്ഞു കൊടുത്ത് കുളിക്കാൻ സമയം കിട്ടിയിട്ടില്ല. അബദ്രായി കിതാബിൽക്കല്ലേ. ومنهم علي مصعب بن عمير رضي الله عنه فعن أبي هريرة رضي الله عنه പറയുന്നു أن رسول الله صلى الله عليه وسلم حين انصرف, യുദ്ധത്തിൽ നിന്ന് പിരിഞ്ഞപ്പോൾ, മർറ അലാ മുസ്അബ് ബിൻ ഉമൈർ റളിയല്ലാഹു അൻഹു അടുക്കലേക്ക് കൂടി നടന്ന്, വഹുവ മഖ്തൂലുൻ, മൂപ്പർ കൊല്ലപ്പെട്ട് കിടക്കുകയാണ്. ഫവഖഫ അലൈഹി, അങ്ങനെ അവിടെ നിന്നിട്ട് വദഅലഹു, അവർക്ക് വേണ്ടി ദുആ ചെയ്ത്. ثم قرأ صلى الله عليه وسلم ആയത്തോതി, മിനൽ മുഅ്മിനീന റിജാലുൻ സദഖൂ മാ ആഹദുല്ലാഹ അലൈഹി എന്ന ആയത്ത് അവിടെ ഓതി. അപ്പോൾ ആദ്യം പറഞ്ഞ അനസതങ്ങളെ പോലെ ഇപ്പം കുറേ ആളുകൾ കിട്ടിയിട്ടുണ്ട്. ثم قال, പറഞ്ഞു, ഇശ്ഹദൂ, നിങ്ങൾ സാക്ഷി നിൽക്കണം, അന്ന ഹഉലാഇ ശുഹദാഉ ഇൻദല്ലാഹി യൗമൽ ഖിയാമ, ഈ പറയപ്പെട്ടവരൊക്കെ അള്ളാഹിൻ്റെ അടുക്കൽ യൗമുൽ ഖിയാമത്തിൽ ശുഹദാക്കളാണ്. അതുകൊണ്ട് ഫഹ്തൂഹും, നിങ്ങൾ അവരിലേക്ക് പോകണം. വസൂറൂഹും, നിങ്ങൾ അവരെ സന്ദർശിക്കണം, സിയാറത്തും ചെയ്യണം. ഫവല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ നഫ്സ് ഏതൊരു റബ്ബിൻ്റെ കയ്യിലാണോ സത്യം ചെയ്തുകൊണ്ടാണ് പറഞ്ഞത്, ലാ യുസല്ലിമു അലൈഹിം അഹദുൻ, ആരെങ്കിലും സലാം പറയുന്നു, ഇലാ യൗമുൽ ഖിയാമ ഇല്ലാ റദ്ദു അലൈഹി, സലാം പറഞ്ഞവർക്ക് മടക്കാതിരിക്കില്ല. അപ്പം വെറും കബറിനോടും കല്ലിനോടും മീസാനോടല്ല ഈ സലാം പറയുന്നതും സംഗതിയൊക്കെ. അതിനെപ്പറ്റി വിശാലമായി മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ. അത് വഹീങ്ങൾക്ക് മാത്രമല്ല, വഹീങ്ങൾക്ക് ഖുസൂസിയത്തുണ്ട്. അഖ്റജഹുൽ ഹാകിം ഫിൽ മുസ്തദ്റക് ബൈഹഖി ഫീ ദലായിൽ النبوة وعن عبد الله بن جحش رضي الله عنه أنه كان يقول قبل يوم أحد, ഉഹദ് വരുന്നത് മുമ്പായിട്ട് പറയുന്നുണ്ടായിരുന്നു അബ്ദുല്ലാഹ് ബിൻ ജഹഷ്, അല്ലാഹുമ്മ ഇന്നി ഉഖ്സിമു അലൈക, മൂപ്പറ ദുആയാണിത്, അല്ലാഹു ഞാൻ നിന്നോട് സത്യം ചെയ്തുകൊണ്ട് ചോദിക്കുകയാണ്, അൻ അൽഖൽ അദുവ ഗദൻ, നാളെ ഒരു ശത്രുവിനെ കണ്ടുമുട്ടണം, ഫയഖ്തുലൂനി, ആ ശത്രു എന്നെ കൊല്ലണം, സുമ്മ യബ്ഖുറു ബത്നി, അവന് പിന്നെ എൻ്റെ വയറ് കീറണം, വയദഉ അൻഫി, എൻ്റെ മൂക്ക് മുറിക്കണം, വഉദ്നി, എൻ്റെ ചെവി മുറിക്കണം, എന്നിട്ട് സുമ്മ തസ്അലനി, എന്നോട് നീ ചോദിക്കുമല്ലോ, ബിമദാക്ക, നീ ഷഹീദായി, വയറ് മുറിച്ച്, പിന്നെന്തായി, മൂക്ക് ചെത്തി, ഇതെല്ലാം എന്തുകൊണ്ട് സംഭവിച്ചു എന്നു ചോദിച്ചാൽ, ഫഅഖൂലു, ഞാൻ പറയും, ഫീക യാ റബ്ബി, നിന്റെ പൊരുത്തത്തിന് വേണ്ടി യുദ്ധം ചെയ്തിട്ടാണെന്ന്. ഫഖുതില റളിയല്ലാഹു അൻഹു, അവിടെ ഉഹദിൽ ഷഹീദായി. വഫഅലൽ അദു ബിഹി മാ തലബ, മൂപ്പർ ദുആയിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ശത്രുക്കളെ കൊണ്ട് ചെയ്തിട്ടുണ്ട്. വകാന അംറു ബിനുൽ ജമൂഹി റളിയല്ലാഹു അൻഹു അഅറജ, കാലി നടക്കാൻ കഴിയാത്ത ആളായിരുന്നു, ശദീദുൽ അറജി, അത് വ്യക്തമായി തന്നെ കാണും, വളരെ പ്രയാസമുണ്ട്. വകാന ലഹു അർബഅതു ബനീന ശബാബുൻ, യുവാക്കന്മാരായ 4 ആൺമക്കളുണ്ടാർക്ക്. അംറു യഖ്സൂന മഅ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങളോടൊപ്പം യുദ്ധത്തിന് പോകുന്നു. അപ്പോൾ ഇദാ ഖസ, തങ്ങൾ യുദ്ധത്തിന് പുറപ്പെട്ടാൽ. ഫലമ്മാ തവജ്ജഹ ഇലാ ഉഹദിൻ, ഉഹദിലേക്ക് തങ്ങൾ പോയപ്പോൾ, അറാദ അൻ യതവജ്ജഹ മഅഹു അംറു ബിനുൽ ജമൂഹ് പറഞ്ഞാലും വരുന്നു. ഫഖാല ലഹു ബനൂഹു, മക്കൾ പറഞ്ഞ്, നിങ്ങൾക്ക് ഉദറുണ്ടല്ലോ, കാലിൽ വിഷമമുള്ള ആളല്ലേ, ഇന്നല്ലാഹു തആല ഖദ് ജഅല ലക റുഖ്സതൻ, നിങ്ങൾക്ക് അല്ലാഹു തആല റുഖ്സ നൽകിയവരാണ്. ഫലോ കഅത്ത, നിങ്ങൾ ഇവിടെ ഇരിക്കുക, വനഹ്നു നക്ഫീക, നമ്മൾ കാര്യമെല്ലാം ശരിയാക്കിയിട്ട് നിങ്ങൾക്ക് പകരം നിൽക്കാം. വഖദ് വളഅ അല്ലാഹു അൻകൽ ജിഹാദ്, നിങ്ങൾക്ക് ജിഹാദ് അല്ലാഹു തആല ഒഴിവാക്കി തന്നിട്ടുണ്ടല്ലോ, അതുകൊണ്ട് ബാപ്പ പോണ്ട.
പക്ഷേ ഇത് ശിക്കായത്ത് പോയി എടുത്തേക്ക് നിബിധങ്ങളിലേക്ക് സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക് പോയിട്ട് പറഞ്ഞ് മക്കൾ സമ്മതിക്കുന്നില്ല, ഞാൻ യുദ്ധത്തിൽ ഇരിക്കും. ഫഖാല യാ റസൂലല്ലാഹ് ഇന്ന ബനിയ ഹൗലാ യംനഉനി, എൻ്റെ മക്കളെന്നെ തടയുന്നുണ്ട്, അൻ നഖ്റുജ മഅക, തങ്ങളോടൊപ്പം പുറപ്പെടലി. വല്ലാഹി ഇന്നി ലഅർജു അൻ ഉസ്തശ്ഹദ, സ്വർഗത്തിൽ അല്ല ഞാൻ ഷഹീദാകണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. എൻ്റെ ഈ മുടന്തം കാലുകൊണ്ട് കയറണം അൽ ജന്ന, ഹാദിഹി നിശാനത്തിനടുത്തേക്ക് അർജത്തിലേക്കാണ്, സ്വർഗത്തിലേക്കല്ല. എൻ്റെ ഈ മുടന്തമായ കാലുകൊണ്ട് സ്വർഗത്തിൽ കയറും. فقال له رسول الله صلى الله عليه وسلم صدق മനസ്സിലാക്കി. അമ്മാ അൻത ഫഖദ് വദഅ അല്ലാഹു അൻകൽ ജിഹാദ്, ജിഹാദ് ഒഴിവാക്കി തന്നു, റുഖ്സ നൽകിയിട്ടുണ്ടല്ലോ നിങ്ങൾക്ക്. വഖാല ലിബനിഹി, മക്കളോട് പറഞ്ഞ് വമാ അലൈക്കും അൻ തദഉ, ഉപ്പാന എന്താ വിടാത്തെ, നീ തടസ്സം നിൽക്കണ്ട. ലഅല്ല അല്ലാഹു അസ്സ വജല്ല യർസുഖഹു ഷഹാദ, അവർക്ക് അല്ലാഹു തആല ഷഹാദത്ത് കൊടുക്കാൻ സാധ്യതയുണ്ട് എന്നും പറഞ്ഞു. അപ്പം വരാൻ പോകുന്ന ഭാവി എന്തായിരിക്കും, ഗൈബ്, അത് അറിയിച്ചു കൊടുത്തു. فخرج مع رسول الله صلى الله عليه وسلم, തങ്ങളോടൊപ്പം പുറപ്പെട്ടപ്പോൾ ഖുതില യൗമ ഉഹദിൻ ഷഹീദാ, നിസാദുൽ മആദി പറഞ്ഞ സംഭവമാണ്. ഇബ്നുൽ മുബാറക് ഫിൽ ജിഹാദ്, അബൂ നുഐം ഫി മാരിഫത്തി സ്വഹാബ. وروى ابن عبد البر رضي الله عنه في الاستيعاب الفاتح أنه لما خرج مع المجاهدين, യുദ്ധത്തിന് പോകുന്നവരോടൊപ്പം പുറപ്പെട്ടപ്പോൾ ഇസ്തഖ്ബലൽ ഖിബ്ല, ഖിബ്ലക്ക് മുന്നിട്ട് വഖാല അല്ലാഹുമ്മ അർസുഖ്നി ഷഹാദ വലാ തറുദ്ദനി ഖായിബൻ ഇലാ അഹ്ലി, എനിക്ക് ഷഹാദത്ത് നൽകണമേ എന്ന ഖായിബായി വീട്ടിലേക്ക് മടക്കി അയക്കല്ലേ എന്ന്. ഫറുസിഖഹാ റളിയല്ലാഹു അൻഹു, ഷഹാദത്ത് അല്ലാഹു തആല അവർക്ക് നൽകി. വഹീനഇദിൻ ഖാല അലൈഹി സ്വലാത്തു വസ്സലാം പറയാണ്, വല്ലദീ നഫ്സി ബിയദിഹി, എൻ്റെ റബ്ബിനെ തന്നെ സത്യം, ഇന്ന മിൻകും, നിങ്ങളിൽപ്പെട്ട ചില ആളുകളുണ്ട്, മൻ ലൗ അഖ്സമ അലല്ലാഹി ലാ ബർറഹു, അല്ലാഹുവിനോട് സത്യം ചെയ്ത് പറഞ്ഞാൽ അല്ലാഹു നടപ്പിലാക്കുന്നവരുണ്ട്. സഹാബിമാരിൽ അതാമ്മയി മിൻഹും അംർ ഇബ്നുൽ ജമൂഹ, കൂട്ടത്തിൽപ്പെട്ട ആളാകുന്നു. വലഖദ് റഅയ്തുഹു യതഖു ഫിൽ ജന്നതി ബിഅർജതിഹി, അവർ ആ മുടന്തള്ള കാലോട് തന്നെ സ്വർഗത്തിൽ നടക്കുന്നത് ഞാൻ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു. വറുവിയ അന്നഹു ജാഅ റജുലുൻ മിനൽ അഅറാബിൽപ്പെട്ട ഒരാൾ വന്നു ഇലൻ നബിയ്യി സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കലേക്ക്. ഫആമന ബിഹി, തങ്ങളെ കൊണ്ട് വിശ്വസിച്ചു. വത്തബഉ, തങ്ങളെ പിൻപറ്റി. ഫഖാല ഉഹാജിറു മഅക, ഞാൻ തങ്ങളോടൊപ്പം ഹിജ്റ വരുന്നു. ഫലമ്മാ കാനത്ത് ഖസ്വത്തു ഖൈബർ, ഖൈബർ യുദ്ധം എത്തിയപ്പോൾ ഗനിമ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, തങ്ങൾ ഗനീമത്ത് കിട്ടി, ശൈഅൻ, കുറച്ച് ഗനീമത്ത് കിട്ടി. ഫഖസമഹു, അങ്ങനെ അത് വീതിക്കുകയാണ്. വഖസമ ലിൽ അറാബിക്കും വീതിച്ചു കൊടുത്തു, അറാബിക്കും വീതിച്ചു കൊടുത്ത്. ഫഅത അസ്ഹാബഹു മാ ഖസമഹു, അങ്ങനെ അസ്ഹാബിമാർക്കും വീതിച്ചു കൊടുത്തു. വക്കാന യർആ ലഹ്റഹും, ഇവരുടെ കാവൽക്കാരനായിട്ടായിരുന്നു ആര്, ഇവരൊക്കെണ്ടായിരുന്നത്. ഈ ഒരു അറാബി വന്നില്ലേ, യുദ്ധത്തിൽ മുബാശറത്തം പങ്കെടുത്താനല്ല, ലഹർ കാക്കാന്ന് പറഞ്ഞാൽ ശത്രുക്കളെ ഒളിഞ്ഞിട്ടാണ് നിങ്ങൾ വരുന്നുണ്ടെങ്കിൽ എല്ലാം നോക്കല്. ഫലമ്മാ ജാഅ ദഫഊഹു ഇലൈഹി, അങ്ങനെ കാവലിന് തിരിച്ചു വരുമല്ല, വന്നപ്പോൾ ഇവർക്ക് വെച്ച ഓഹരി എടുത്തു കൊടുത്തു. ഫഖാല മാ ഹാദാ, അല്ലാഹുവിന്റെ റസൂൽ ഇതെന്താ? ഖാലൂ ഖിസ്മൻ ഖസമഹു ലക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നിങ്ങൾക്ക് വെച്ച ഓഹരി വെച്ച ഓഹരിയാണെന്ന് പറഞ്ഞു. ഫഅഖദഹു, അത് വാങ്ങി, തങ്ങൾ തന്ന വാങ്ങണല്ലോ. ഫജാഅ ബിഹി നബിയ്യി സല്ലല്ലാഹു അലൈഹി, അപ്പോൾ സഹാബിമാരാ കൊണ്ട് കൊടുക്കുന്നു. അങ്ങനെ തങ്ങളടുക്കലേക്ക് വന്നു. ഫഖാല മാ ഹാദാ യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂൽ ഇതെന്താ എനിക്ക് കൊടുത്തയച്ചത്? ഖാല ഖിസ്മുൻ ഖസമതുഹു ലക, നിങ്ങൾക്ക് ഓഹരി വെച്ച് കിട്ടിയ ഓഹരിയാണ്. ഇത് കിട്ടാൻ വേണ്ടിയിട്ടല്ല ഞാൻ തങ്ങളെ കൂടെ വന്നത്. എവിടെ വെച്ചെന്താക്കണം, യുദ്ധക്കളത്തിൽ വെച്ച് എന്നെ എറിയപ്പെടണം, ഞാൻ ഷഹീദാവണം എന്ന ആവശ്യത്തിന് വേണ്ടിയാണ് ഇവിടെ വന്നത്, വേറെ ലക്ഷ്യത്തിനല്ല. അതുവിൻ്റെ കിതാലിലേക്ക് മൂപ്പർ ചാടി വീണ്
فأتي به إلى النبي صلى الله عليه وسلم കൊണ്ടുവന്നു وهو مقتول ഒരു ഷഹീദായിട്ടുണ്ട്. فقال هو ഇത് നമ്മളെ നേരത്തെ വന്ന അവർ തന്നെയാണോ? قالوا نعم അതെ അവർ തന്നെ. قال صدق الله فصدقه അള്ളാഹുവിനോട് സിദ്ഖോടെ പെരുമാറിയപ്പോൾ അവരുടെ ആഗ്രഹം അല്ലാഹു തആല പൂർത്തിയാക്കി നടപ്പിലാക്കി. അവർ രണ്ട് ഭാഗത്തുണ്ട് സദക്ക. ഏതല്ലോ സദഖല്ലാഹ എന്ന് പറഞ്ഞാൽ സുലൂക്കിയായ സദക്ക ഉണ്ടാടെ, ജദബിയായ സദക്കയാണ് ഇത്. ഫസദഖഹു ഫകഫനഹു നബിയ്യു സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എന്നാക്കി കഫൻ ചെയ്തു ഫീ ജുബ്ബത്തിഹി സുമ്മ ഖദ്ദമഹു പിന്നെ മുമ്പിൽ വെച്ച് ഫസല്ല അലൈഹി എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഷഹീദ് നിസ്കാരം ഇല്ലല്ലോ. അപ്പൊ സല്ല അലൈഹി എന്താണ്? ഖൈറുകൊണ്ട് പ്രാർത്ഥിച്ചത്. സല്ലല്ലാഹു അലൈഹി കാണാല. വകാന മിൻ ദുആഇഹി തങ്ങളുടെ ദുആയിൽപ്പെട്ടതാണ് അല്ലാഹുമ്മ ഹാദാ അബ്ദുക് ഇത് നിന്റെ അബ്ദാണ്. ഖറജ മുഹാജിറൻ ഫീ സബീലിക നിന്റെ ഫീ സബീലിൽ മുഹാജിറായി കൊണ്ടുവന്നു. ഫഖുതില ഷഹീദൻ ഷഹീദായി കൊല്ലപ്പെടുകയും ചെയ്തു. വഅന അലൈഹി ഷഹീദുൻ ഞാൻ അവർക്ക് സാക്ഷി നിൽക്കുന്നവയാണ്. ഇൻതഹ മിൻ സാദിൽ മആദ് അത് 5 വോള്യം വരുന്നൊരു കിതാബാണ്. നിമിത്തങ്ങളുടെ ചരിത്രങ്ങളും എല്ലാം അതിനത്ര ഒരുമിച്ച് കൂട്ടിയത്. അപ്പം അങ്ങനും കിട്ടും. ഫായിദത്തുൻ ഫീ സബബി തൽഖീബി സയ്യിദിന അബീ ബക്കർ സിദ്ദീഖ് അരെ സിദ്ദീഖുൽ അക്ബർ അല്ലേ ഉള്ളൂ. എല്ലാ വിഷയത്തിലും സിദ്ദീഖ് വന്നാലാണ് സിദ്ദീഖ് എന്ന് പേര്. അതിൽ നിന്ന് അക്ബറാണ് ആര്? സിദ്ദീഖ്. എന്തായി പേരിൻ്റെ അർത്ഥം? ലുഖിബ സയ്യിദിന അബൂബക്കർ റളിയല്ലാഹു അൻഹുവിന് ലഖബുണ്ട് ബി സിദ്ദീഖ് സിദ്ദീഖ് എന്ന്. തസ്ദീഖ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ തസ്ദീഖാക്കുന്ന വിഷയത്തിൽ പിന്നെന്തില്ല, മറിച്ചോട്ടയില്ല. അങ്ങോട്ട് നോക്കൂല ഇങ്ങോട്ട് നോക്കൂല. തങ്ങളെ മക്കൾ നിന്ന് സുബൂത്തായി എന്ന് കണ്ട സമീന ഫീമാ കാന യുഖ്ബിറുഹു തങ്ങൾ എന്ത് പറഞ്ഞു കൊടുക്കുന്നതൊക്കെ തസ്ദീഖാക്കും. ഫഅൻ ആയിഷ റളിയല്ലാഹു അൻഹ മകളാണല്ലോ. ഖാലത്ത് ജാഅൽ മുശ്രികൂന ഇലാ അബീ ബക്കർ ബാപ്പാന്റെ അടുക്കലേക്ക് ആര് വന്ന്? മുശ്രിക്കീങ്ങൾ വന്നു. ഫഖാലു ഹല്ലക ഇലാ സാഹിബിക എന്താ സാഹിബിന്റെ വിഷയം അറിയോ? അതാ സാഹിബ് സല്ലല്ലാഹു അലൈഹി യസ്ഉമു അന്നഹു ഉസ്രിയ ബിഹി ലൈലത ഇലാ ബൈത്തുൽ മുഖദ്ദസ് ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഇസ്രാ നടത്തിയിട്ടുണ്ട് എന്ന് വാദിക്കുന്നുണ്ട്. ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഇത്ര കിലോമീറ്റർ ദൂരമുണ്ട്, ഒറ്റ രാത്രി കൊണ്ട് പോയിട്ട് വരാൻ കഴിയൂല. അതുകൊണ്ട് അതും വിശ്വസിക്കുമെന്ന് ചോദിച്ചു. കാല അപ്പൊ സിദ്ദീഖ് നിങ്ങൾ പറഞ്ഞെന്താ? അവ കാലധാരിക്ക തങ്ങളങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? കാലൂ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എല്ലാവരുടെ വക്കൊന്നും കിട്ടിയപ്പോൾ തങ്ങൾ പറഞ്ഞതെന്ന് സുബൂത്തായില്ല. അപ്പൊ സനത് എങ്ങനെയാണ് കിട്ടിയിട്ടുണ്ടോ? ഒന്നും അതും ഇവിടെ നോക്കണ്ടില്ല. ബുഖാരി മുസ്ലിമാ നിന്റെ ഗെയിമിൽ എന്താന്ന് താനെന്തരം കൊള്ളിയാ കോട്ടക്കല പക്ഷെ പ്രസിദ്ധമായാല് വാർത്ത ഭാഷയായ പിന്നെ അത് നോക്കൂലല്ലോ. കാലൂനം താങ്കൾ സത്യം തന്നെ. കാരണം വിമർശകന്മാർ ഓർക്ക് അനുകൂലമായിട്ട് പറയുമ്പോൾ അത് സാധിക്കാനല്ലേ. ഇതിനേക്കാണ് വിദൂരമായ കാര്യം പോലും ഞാൻ തസ്ദീഖാക്കുന്ന ആളാന്ന്. എന്താന്നത്? ഒരേ രാവിലെയും വേഗത്തിൽ ആകാശത്തിൽ നിന്ന് ഖബർ വരുന്നുണ്ട്, നബുവഹി അറിയിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ ആരും കണ്ടിട്ടില്ലല്ലോ. ഞാൻ വിശ്വസിക്കുന്നില്ലേ? ഫലിദാലിക ഇങ്ങനെയുള്ള വിശ്വാസം കൊണ്ടാണ് സിദ്ദീഖ് എന്ന നാമകരണം കിട്ടിയത്. وعن أبي هريرة رضي الله عنه قال لما رجع رسول الله صلى الله عليه وسلم മടങ്ങിയല്ലോ ലൈലത്തെ ഉസ്രിയ ബിഹി ഇസ്രാവും കഴിഞ്ഞിട്ട് ഫകാന ബിറീതുബ ബിറീതുബ എന്ന് മാറിയ മക്കത്തുള്ള ഒരു കിണറുള്ള സ്ഥലമാണല്ലോ. ഇപ്പൊ കിണറുണ്ടെന്നല്ലോ പറയുന്നത്. പക്ഷെ അതൊക്കെ പ്രവേശനമില്ല. അല്ല അവിടെ ദൂരത്ത് വൈഭവം കാണുന്നല്ലാണ്ട് ആടെ കുറച്ച് ആൾക്കൂട്ടവും ഒരു വൈഭവം വെള്ളലും കാണും. ആടെ അവിടുന്ന് കുളിക്കല് സുന്നത്തുണ്ടല്ലോ.
ഖാല യാ ജിബ്രീൽ ഇന്ന ഖൗമി ലാ യുസദ്ദിഖൂനി. അപ്പം ലാ യുസദ്ദിഖൂനി എന്ന് ശബ്ദം കൊടുക്കേണ്ടി വരും. അതുകൊണ്ട് സദ്ദഖ യുസദ്ദിഖൂന, യുസദ്ദിഖൂന എന്നാണ് ഏതാബ് ആമിൽ കിടക്കാൻ. ഞാൻ യുസദ്ദിഖൂന, യുസദ്ദിഖൂന അതിൻ്റെ ഒക്കെ മുത്തക്കല്ലിമിൻ്റെ യാവും ചേർന്ന്. അപ്പോൾ ലാ മുത്തക്കല്ലിമിനൊക്കെ എന്താ കാണണം? വികായത്തിൻ്റെ നൂന് വന്നിട്ട് കൊടുക്കണം. അപ്പം ലാ യുസദ്ദിഖൂനനീ എന്നുണ്ടാവും. ഒന്ന് ഫീലിൽപ്പെട്ട നൂന്, മറ്റേതോ എന്ന് പറഞ്ഞാൽ ഇന്നലില്ലാഹി മലായികത്തൻ യുബല്ലിഗൂനി അൻ ഉമ്മത്തി അസ്സലാം. അപ്പോൾ യുബല്ലിഗൂനനി എന്നുണ്ടാവും. രണ്ട് നൂനുണ്ട്. ഒരു നൂന് ഫീലിൽപ്പെട്ട നൂനാണ്, മറ്റൊന്ന് വികായത്തിൻ്റെ നൂന്. അല്ലെങ്കിൽ അതിൻ്റെ ഹർക്കത്ത് മാറിപ്പോവും. ലാ യുസദ്ദിഖൂന എന്ന ഫത്ഹ് മാറിപ്പോവില്ല. ഇപ്പം യാവന്നാൽ അത് മാറാതിരിക്കാൻ എന്താക്കും? ഒരു നൂന് കൂട്ടിയിട്ട് ആ കസ്തുത അതിൻ്റെ മുകളിൽ കയറ്റും. ലാ യുസദ്ദിഖൂനനി അത് കൂട്ടി വായിക്കുമ്പോൾ എന്താക്കും? ഖുൽ അതുഹാജ്ജൂനി ഫില്ലാഹി വഖദ് ഹദാനി അയ്യുഹൽ ജാഹിലൂൻ തഅ്മുറൂനി അയ്യുഹൽ ജാഹിലൂൻ. മനസ്സിലായില്ലേ? അപ്പോ ലാ യുസദ്ദിഖൂനി ഖാല തങ്ങളെ ഖൗമ് വിശ്വസിക്കുന്നില്ലെങ്കിൽ യുസദ്ദിഖുക അബൂബക്കർ. അബൂബക്കർ ഉണ്ടല്ലോ വിശ്വസിക്കാൻ. ഒരാളുണ്ടല്ലോ അവിടെ. വഹുവ സിദ്ദീഖ്, അവർ സിദ്ദീഖാണെന്നും പറഞ്ഞു. وعن أبي يحيى قال لا أحصي كم سمعت عليا يقول على المنبر. മിമ്പറിൻ്റെ മേൽ ഞാൻ ഒരുപാട് തവണ കേട്ടിട്ടുണ്ട്. എത്ര കേട്ടെന്നറിയോ? എന്താ? ഇന്നല്ലാഹ സമ്മ അബാ ബക്കറിൻ അലാ ലിസാനി നബിയിഹി സിദ്ദീഖാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നാവിലൂടെ അല്ലാഹു തആല സിദ്ദീഖ് തങ്ങൾക്ക് സിദ്ദീഖ് എന്ന നാമകരണം ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ തെളിവുകളാണ് ഉദ്ധരിക്കുന്നത്. അപ്പം അള്ളാഹിൻ്റെ വ്യക്തല്ല, നബി തങ്ങളെ നാവിലൂടെ എന്താക്കുക സിദ്ദീഖ് തങ്ങൾക്ക് സിദ്ദീഖ് എന്ന് പേര് കൊടുത്തിട്ടുണ്ട്. وروي بسند جيد عن حكيم بن سعد رضي الله عنه قال سمعت عليا يقول. അലിയാർ തങ്ങളെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. വയഹലിഫു സത്യം ചെയ്ത് പറയുന്നത് ലഅൻസലല്ലാഹു ഇസ്മ അബീ ബക്കറിൻ മിനസ്സമാഇ സിദ്ദീഖ്. അബൂബക്കർ സിദ്ദീഖ് തങ്ങളുടെ പേര് ആകാശത്ത് നിന്ന് സിദ്ദീഖ് എന്ന് അല്ലാഹു തആല ഇറക്കി കൊടുത്തിട്ടുണ്ട് എന്ന്. സാധാരണക്കാരാരെ കൊടുത്തല്ല. ذكر ذلك كله الحافظ السيوطي في تاريخ الخلفاء. ഇനി ഹികായാത്തും ഫീ സിദ്ഖി സുലൂകി ഇലല്ലാഹി തആല. അല്ലാഹു തആലയിലേക്കുള്ള സുലൂക്കിൽ സിദ്ഖ് കാട്ടിയ ചില സംഭവങ്ങളാണ്. അത് അസ്ഹാബിമാരല്ലാത്തവരെ പറ്റി മുമ്പ് പറയാൻ പോകും. قال الشيخ عبد القادر الجيلاني رضي الله عنه പറഞ്ഞു ബനൈതു അംദി അല സിദ്ഖി. എൻ്റെ കാര്യങ്ങളെല്ലാം എടുത്തിരിക്കുന്നത് സിദ്ഖിൻ്റെ മേലാണ്. അപ്പം മൂപ്പർ എല്ലാത്തിനും അടിത്തറ അവിടെ സിദ്ഖിൻ്റെ മേലാണ്. വദാലിക അത് സംഭവം അന്നി ഖറജതു മിൻ മക്കത ഇലാ ബഗ്ദാദ്. മക്കയിൽ നിന്ന് ഞാൻ പുറപ്പെട്ട് ബഗ്ദാദിലേക്ക്. എന്തിന്? അത്ലബുൽ ഇൽമിനെ തേടാൻ. ഫഅതത്നി ഉമ്മി, എൻ്റെ ഉമ്മ എനിക്ക് നൽകി 40 ദീനാറൻ 40 ദീനാറ് തന്നു. വആഹദത്നി അല സിദ്ഖി, ഏത് രംഗത്തും സിദ്ഖ് വേണം. സത്യമേ പറ, വാക്കിലും പ്രവർത്തനത്തിലും എല്ലാത്തിലും സിദ്ഖ് വേണമെന്ന് ഉമ്മ കരാറും ചെയ്തു. ഫലമ്മ വസൽന അറള ഹമദാൻ, ഹമദാനിൻ്റെ നാട്ടിലേക്ക് എത്തിയപ്പോൾ ഖറജ അലൈന അറബുൻ, അറബികൾ എന്തായി നമ്മളൊക്കെ ആക്രമിച്ചു. അറബികൾ അറബികളെല്ലാവരും അത് ഫഅഖദുൽ ഖാഫിലത, ഖാഫിലയെ അവർ പിടികൂടി. ഫമർറ വാഹിദുൻ മിൻഹും, ഒരാൾ നടന്ന് വഖാല മാ മഅക, എന്താ നിങ്ങളുടെ കയ്യിലുണ്ട്? ഒരു ചെറിയ കുട്ടിയായിട്ടല്ലേ കാണാം, ഓതാൻ പോകുന്ന പ്രായാന്നല്ലോ. അപ്പം അഖ്ബറത്തുഹു, ഞാൻ അവർക്ക് വിവരം കൊടുത്ത് 40 ദീനാറുണ്ട്. അതല്ലേ കള്ളൻ അളവ് പറയല്ല എന്നും ചൊന്നാരെ. പിന്നെ അപ്പൊ കള്ളന്റെ കൈമേലെ പൊന്ന് വാങ്ങിയിട്ട് പോകാൻ പറ്റുമോ? അതും പിടിച്ചിട്ടല്ലേ മുത്തക്കമ്പീറിന്റെ അമ്പാറ് പറയില്ലേ, കള്ളന്മാരുടെ കൈമേലെ ഹറാമായ മുതലല്ലേ അങ്ങനെ വാങ്ങല്. ഇവിടെയാണ് അങ്ങനെ ചെന്നാടി മൊഴി കൊടുക്കേണ്ടത്.
ആദ്യം തന്നെ ബലീലെന്താക്കി തെറ്റിച്ച്. കള്ളന്റെ കയ്യിലെ പൊന്ന് മൂപ്പർക്ക് കൊടുത്തുന്നല്ല, കയ്യിലെ പൊന്ന് കള്ളന് കൊടുത്തുന്നാ ഉള്ളത്. അതനുസരിച്ചിട്ട് എന്താ ഇവരെ ഭേദഗതി ആക്കിയിട്ട് ആക്ഷേപിക്കാൻ വേണ്ടി ഓരോ പ്രശ്നത്തിൽ അടിക്കുന്നത്. അച്ചടിച്ച കിതാബിലുള്ളത് അങ്ങനെയാണ്. അങ്ങനെയുണ്ടല്ല, നമ്മളിലൊരു മെഹന്തിമാരുണ്ടെന്നും അല്ലെ ഫഖ്റുദ്ദീനങ്ങളില്ലേ പാടൂര്, നമ്മുടെ ഷെയ്ഖുൽ മശായിഖ്, അവരെ വൈദുല്യം തർജുമാന്റെ കോപ്പിയിൽ മെഹന്തിമാരെ ചെല്ലാൻ പാടില്ല എന്ന് ഫത്വയുണ്ട് എന്ന് പത്രത്തിൽ ബലിങ്ങനെ കൊടുത്ത് നമ്മൾ വട്ടിക്കാട്ട് പഠിക്കുമ്പോൾ അങ്ങനെ ഫഖ്റുദ്ദീൻ തങ്ങൾ പറയോ എന്നുള്ളതിൽ നമുക്ക് ഇഷ്കാലി. പക്ഷെ ഫഖ്റുദ്ദീൻ തങ്ങൾ ഓർക്കിതിനാ നമ്മൾ നേരെ എന്താണ് അബ്ദുസ്സമദ് പൂക്കാട്ടിരിയും പുഴക്കാട്ടിരിയും അലിമുലേറില്ല നമ്മളെ ക്ലാസ്സിൽ പണ്ട് വന്ന് ചേട്ടന്മാരെന്ന് പറഞ്ഞ് ചീക്കോട് ഓറും ഞാനും മൂന്നാളും കൊണ്ടിട്ട് നേരെ ചാവക്കട്ടേക്ക് പോയി. 21 കൊണ്ട് ചോദിച്ചു ഫഖ്റുദ്ദീൻ തങ്ങളെ കയ്യെഴുത്ത് കോപ്പിയുണ്ട് ഇവിടെ പള്ളിയിലുണ്ടല്ലോ. അപ്പോൾ കുഞ്ഞുമൂലാറാന്ന് മുദ്രിസ്, നമ്മളെ എരുമംഗലം കുഞ്ഞുമൂലാറ് നല്ല മൊയിലാറാന്ന് നോക്കാ കിതാബ് എടുക്കാന്ന് നോക്കുമ്പോൾ തമിഴിൽ ഒരു മൊഹീദ്ദീൻ മാലയുണ്ട്, അത് പാടരുതെന്നാണ് അതിലുള്ളത്. ഈ തമിഴിൽ നിന്നുള്ളതാക്കി മായിച്ചിട്ട് നമ്മളിൽ എന്നാക്കി, അന്നേരം ഏത് കോഴിക്കോട്ടെ കാവ്യാറുണ്ടാക്കിയ മൊഹീദ്ദീൻ മാലയാവുള്ളൂ. എന്നിട്ടാ കാണിക്കുന്നത് നമ്മളിൽ ശരിക്കും തമിഴിൽ. അതില് ചില ഇരിക്കാറ്റ് ശരിയില്ലാന്നുകൊണ്ട് അത് പാടണ്ടെന്ന് ഉപ്പർ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളെ വിദ്യമല പാടില്ലെന്ന് നോക്കുമോ. ഇന്ന് പാടുന്ന മഹദ്ദിമാല, പിന്നെ ബദ്രമാല, നഫീസത്തുമാല എല്ലാം ബൈനത്തുണ്ട്, സുബത്താക്കാൻ പറ്റുന്ന കലാമേലുള്ളൂ. അതിന് വീനാറും നമ്മളെ മൊലിയിലുണ്ടപ്പാ മീമിൻ ഖിതാമി ദീനാറു മീമിൻ ഖിതാമി എന്ന് വെച്ചാണല്ലോ. വഖാല യാ ജുന്ദു ഇൻദി ദീനാറു മീമിൻ ഖിതാമി. എന്താ മീമ്? 40 ദീനാറ് എൻ്റെ അടുക്കലുണ്ട് എന്ന് മൂപ്പർ കള്ളനോട് മറുപടി പറഞ്ഞു. ഇന്ദി ദീനാറു മീമിൻ ഖിതാമി, അതിവിടെ തുന്നി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ഫഅഖ്ബർതുഹു, ഞാൻ അവരോടുള്ളത് പറഞ്ഞു. ഫഅഖദനി ഇലാ കബീരിഹി, എന്നിട്ട് എൻ്റെ നേതാവിനേക്കുള്ള എന്നെ കൂട്ടിയിട്ട് പോയി. ഫസഅലനി, നേതാവും ചോദ്യം ചെയ്ത്. ഫഅഖ്ബർതുഹു, ഒന്നും പേടിയില്ല. ഫഖാല മാ ഹമലക അലാ സദ്ഖി, നേരെ പറയാൻ നിന്നെ പ്രേരിപ്പിച്ച കാര്യം എന്താണ് മോനെ എന്നാ ചോദിച്ചത്. ഖുൽതു ആഹദതനി ഉമ്മി അലാ സദ്ഖി, കളവ് പറയരുത്, നേര് പറയണമെന്ന് എൻ്റെ ഉമ്മ എന്നോട് കരാറ് ചെയ്തു. കരാറ് വഞ്ചന ചെയ്യാൻ പറ്റൂല, അത് എനിക്ക് പേടിയാണ്. ഉടനെ എൻ്റെ മനസ്സ് മാറിയില്ലേ. ഫസാഹ, അയാൾ ഒറ്റ അട്ടഹാസം. സിയാബഹു, വസ്ത്രമെല്ലാം പറിച്ചു കീറി. എന്നിട്ട് പറഞ്ഞു വക്കാല അന്ത തഖാഫു അൻ തഖൂന അഹദ ഉമ്മിക, ഉമ്മയുമായി ചെയ്ത കരാറ് പൊളിയുന്നു എന്ന് പേടിച്ചിട്ട് പൊടിക്കുമ്പോൾ വഅന ലാ അഖാഫു അൻ അഖൂന അഹദല്ലാഹ്, അള്ളാഹുവിൻ്റെ കരാറ് വഞ്ചന ചെയ്യുന്നതിന് എനിക്ക് പേടിയില്ലണ്ടായിപ്പോയല്ലോ. കാഫിലയിൽ നിന്ന് പിടിച്ചെടുത്ത സാധനം മുഴുവനും മടക്കി കൊടുക്കാൻ വേണ്ടി കൽപ്പിച്ചു. വഖാല അന തായിബുൻ ലില്ലാഹി അലാ യദിക, മോനെ നിങ്ങളെ കയ്യാല് ഞാൻ അള്ളാഹിലേക്ക് തൗബ ചെയ്യുകയാണ് എന്ന നേതാവ് പറഞ്ഞു. ഫഖാല മഅഹു, കൂടെയുള്ളവർ പറഞ്ഞു അന്ത കബീറുനാ ഫീ ഖത്ഇ തരീഖി, കൊള്ളടിക്കാൻ വേണ്ടി നിങ്ങൾ നേതാവല്ലേ, അപ്പം തൗബന്റെ വിഷയത്തിന് നേതാവായിക്കോട്ടെ. വാന്തൽ യൗമ കബീറുനാ ഫീ തൗബ, തൗബയിലും നിങ്ങൾ നേതാവാണ്. ഫതാബൂ ജമീഅൻ ബിബറകത്തി സിദ്ഖി, സിദ്ഖിന്റെ ബർക്കത്തായി കണ്ടത്. ഹുകിയ അൻ ശൈഖ് അഹ്മദ് ബിൻ അബിൽ ഹവാരി, നമ്മൾ കേട്ട പേരാണ്. റളിയല്ലാഹു അൻഹു അന്നഹു അഹദ ശൈഖഹു അബൂ സുലൈമാൻ അദ്ദഅറാനി, വറ ശൈഖാനല്ലോ, അവരോട് കരാറ് ചെയ്ത് അല്ലാ യുഖാലിഫഹു ഫീ ഷൈഇൻ, നിങ്ങൾ എന്ത് കൽപ്പിച്ചാലും ഞാൻ എതിര് പ്രവർത്തിക്കൂല എന്ന് കരാറ് കേട്ടാ. ഫലമ്മാ കാന ദാത യൗമിൻ, ഒരു ദിവസം വന്നപ്പോൾ ജാഅ വഹുവ മശ്ഗൂലുൽ ഖൽബി, ഖൽബിൽ എന്തോ ശുഗലുണ്ടായിരിക്കും ഷൈഖിന്.
ഫഖാല ലഹു യാ ഉസ്താദ്, ഉസ്താദേ ഖദ് ഹമിയത്തന്നൂറു, അടുപ്പ് വല്ലാണ്ട് ചൂട് പിടിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞു. തീയറിയിട്ടായിരിക്കും. ഫലം യുക്കൽ, പിന്നെ മൂപ്പർ മറുപടി ഒന്നും പറഞ്ഞില്ല. മൂപ്പർ ഖൽബ് ശൂലാന്നല്ലേ. ഫഖദറ അലൈഹി ദാലിക മിറാറൻ, അത് വീണ്ടും വീണ്ടും ആവർത്തിച്ചു പറഞ്ഞു. ഫലമ്മ അക്സറ അലൈഹി, കൂടുതൽ പറഞ്ഞപ്പോൾ ഖാല ഇദ്ഹബ് ഫദ്ഖുൽ, എന്നാ നീ അടുപ്പിലേക്ക് വയ്ക്കോ. മൂപ്പർ ശൈഖ് അടുപ്പിൽ പോകാനല്ലേ പറഞ്ഞത്, ഇന്ന് തന്നെ അടുപ്പിൽ കയറാന്ന്. അല്ല നമ്മൾ ഇതിൽ പറഞ്ഞ റായ്യത്തിൽ വൈൻ കീല തഗ്ഫിന്നാരി, തീയിലേക്ക് ചവിട്ടണമെന്ന് പറഞ്ഞാൽ എന്താകും? മിന്നൽ വേഗതയിൽ തീയിലെത്തുന്നത് കാണാമെന്നുണ്ട്. റായ്യത്തിൽ ബൈത്തുണ്ട്. റായ്യത്തിൽ നിന്ന് ഓതിയ കിതാബാണ് നിൽക്കുന്നത്. എല്ലാം ഇലേ കൂടി കെട്ടിയിലെ കൂടി വിട്ടിട്ട് എന്താ കൊണ്ട് തന്തോത്താം. അപ്പം നീ പോയിട്ട് കയറിക്കൊള്ളു. ഫദഹബമിൻ ഇന്ദിഹി, ഉടനെ ആര് പോയി? അഹമ്മദ് ബിൻ അബിൽ ഹവാരി പോയി. വദഖല ഫി തന്നൂർ, അടുപ്പിലേക്കട് കയറി. ഫലമ്മ കാന ബഅദ സഅത്തിൻ, കുറേ സമയം കഴിഞ്ഞപ്പോൾ ഖാല ശൈഖ് അബൂ സുലൈമാൻ ചോദിക്കുന്നു, ഇന്നകു അഹമ്മദ്, നമ്മൾ അഹമ്മദ് എടെ? ഫഇന്നഹു ആഹദനി അല്ലാ യുഖാലിഫനി ഫീ ശൈഇൻ, ഞാൻ പറയുന്ന ഒരു കാര്യത്തിലും എതിര് പ്രവർത്തിക്കില്ല എന്ന് എന്നോട് പ്രതിജ്ഞ എടുത്താണ്. അഹമ്മദ് എടെ പോയി. ഫജാഉ ഇലൈഹി, അങ്ങനെ കൊണ്ടുവന്നിട്ട് വഖറജഹു മിന തന്നൂർ, ഇപ്പം നോക്കുമ്പോൾ അടുപ്പിൽ മൂപ്പർ പ്രവർത്തിച്ചത്. വലം തളുറഹു നാർ, തീ മൂപ്പർ ബുദ്ധിമുട്ടാക്കിയിട്ടേ ഇല്ല. ദക്കറഹുൽ ഇമാമുൽ ജാഫിഇയ്യു ഫീ നശ്റുൽ മഹാസിൻ, ജാഫി ഇമാമിൻ്റെ ഒരു കിതാബാണ് നശ്റുൽ മഹാസിൻ, ഇവിടെ തന്നെ ഉണ്ടല്ലോ. അന്ന് ചോദിക്കും, ഒരു അദ്ദേഹത്തിന് ആബൽക്കരമല്ലേ? ആബൽക്കര ആവൂലെന്ന് ഓർക്ക് ഉറപ്പുണ്ടെങ്കിലോ? വെള്ളത്തിൽ തുള്ളൽ എന്താന്ന് അതിനെ ദാഹനം നോക്കി ആബൽക്കരല്ലേ? അങ്ങനെ അടിയിൽ പോയിട്ട് നമ്മളെ പൊക്കം പോയൊരു 100 കോലായത്തിൽ നിന്നെല്ലാം പൊന്ന് വീണ് പോയ പൊന്നൻ്റെ എടുത്തെടുത്തിട്ടുണ്ടല്ലോ. ലേഖറിയില്ലേ? തിരിച്ചു പോയോ? ഇല്ല, നമ്മൾ ഉജ്ജുരയിൽ ഇടക്കിടക്ക് ആയിട്ടുണ്ട്. നല്ല സലിഹായ വ്യക്തിയാണ്. ആദ്യം തന്നെ കവിലൊക്കെ വന്നിട്ട് നല്ല നീട്ടി വലിച്ച് ദ്വാരക്കും. ദ്വാരന്നിട്ട് ബിസ്മി ഹംദും സലാത്തും സലാമും ചൊല്ലിയിട്ട് രക്ഷമുങ്ങല അന്ന് കൊടുക്കുന്നൊരു ഗെയിമാണ്. അലിക്കത്ത് വരെ ചെറിയത് കണ്ടുകൊണ്ടാണ് പതിരട്ടത്തിലുണ്ട്. അപ്പൊ അപകടം പറ്റൂല എന്ന് അവർക്കറിയാം. എത്ര ആളെ രക്ഷപ്പെടുത്തിയിട്ടുണ്ടെന്ന്. അതെല്ലാം മുമ്പേ പറഞ്ഞു കഴിഞ്ഞു. കഴിഞ്ഞാൽ ആവർത്തിച്ച് പറയൂല, പറയണ്ടല്ലോ കഴിഞ്ഞു. ഓരോ അതിനൊന്നും ഉണ്ടാക്കിയത് അത് മുഹഖിഖ് ദവ്വാനിയാണ് 100 തവണ പറഞ്ഞു കഴിഞ്ഞു പോയി. ദാറാനി ഇല്ലല്ലോ ബദറുൽ. ഇത് വേറെയല്ലേ? മുഹഖിഖ് ദവ്വാനി എന്ന് പറഞ്ഞാൽ അഖായിദുൽ അദദിയ്യാന്റെ ശറഹദിയാണ് മുഹഖിഖ് ദവ്വാനി, അഖീദന്റെ കിതാബ്. അതിൽ ബദരീങ്ങളെ ഫളായിൽ പറഞ്ഞ ദിക്കിലാണ് മൂപ്പത് പറഞ്ഞത് അന്നദ്വായ മുസ്തജാബൻ. ഇത് ഞാൻ കണ്ട കിതാബാണ്. പിന്നെ ദാറാനി പറഞ്ഞുകൊടുക്കുന്നത് അത് തിരുത്തിയത് വിശ്വാസമുണ്ടെങ്കിൽ ഇങ്ങനെ സ്വീകരിച്ചു കൊള്ളുക, അല്ലെങ്കിൽ തള്ളിക്കളിക്കുക. 12ഓളം ബദരീത്തിന്റെ കിതാബ് വെച്ചിട്ടാണ് അതിനെ ആവശ്യം ശരിയാക്കി എടുത്തത്. ഹറക്കത്തും സക്കനാത്തും വ്യത്യാസം ഉണ്ടോന്ന്. എത്ര വരെ അബുൽ യസർ എന്നാണോ യസർ എന്നാണോ വേണ്ടത്, സീനെന്താ ഹറക്കത്ത് അറിയാൻ വേണ്ടിയിട്ട് കിതാബില്ലാത്തതുകൊണ്ട് സാദിയിലേക്ക് പോയി. എന്നിട്ട് സാലിനോട് പറഞ്ഞ് ഇക്കുമാലെടുത്തത് അതിൽ പരതിയിട്ടാണ് ബി ഫത്ഹത്തൈനിന്ന് കണ്ടത്. യസർ എന്ന് വായിക്കണം. പിന്നെ അത് ഫത്ഹ പിന്നെയും പറയും. എന്നിട്ടോ തിരുവങ്ങാട്ടിലേക്ക് കിതാബ് എടുത്തിട്ട് എന്താക്കും? ഇത് തിരുത്തും. ഹുവൈലിതുണ്ടെന്നാ പറയും. നമ്മുടെ മദനികൾ ഹുവൈലിതില്ലല്ല. കാരണം തിരുവങ്ങാടിക്കാർ കിതാബിലുണ്ട്. ഞാൻ ചെയ്ത ഹുവൈലിത് ഖദീജ ബീവിന്റെ ഉപ്പ. ഖദീജ ബീവിന്റെ ഉപ്പ ബദറുദ്ദീൻ പങ്കെടുത്താളാ. ബദറുദ്ദീൻ നടക്കുന്നതിന് 3 കൊല്ലം മുമ്പ് ആരും വഫാത്തായിട്ടുണ്ട്. 3 അല്ലല്ല, 30ഓളം കൊല്ലം. എന്തുകൊണ്ട്? ഖദീജ ബീവിയുടെ മംഗല ഇപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം 25ാമത്തെ വയസ്സിലാണ്. അന്ന് ഉപ്പ ഇല്ലാത്തതുകൊണ്ട് ആങ്ങളെയാണോ അമ്മാണോ കെട്ടിച്ചത് എന്ന് സിഹ പറഞ്ഞിടത്തുനിന്ന് ഖിലാഫുണ്ട്. നമ്മ ഉദീനത് ആ 15 കൊല്ലം കഴിഞ്ഞിട്ട് 15 കൊല്ലം കഴിഞ്ഞിട്ടാണ് വഹി വരുന്നത്. അവിടുന്ന് 13 കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്താക്കുന്നത്? ഹിജ്റ പോകുന്നത്. അവിടുന്ന് 2 കൊല്ലം കൂടെ കഴിഞ്ഞിട്ടാണ് ബദർ യുദ്ധം ഉണ്ടാകുന്നത്. കൊല്ലം കണക്കൂട്ടിയാട്ടെ.
ഇപ്പൊ മംഗളത്തിന്റെ അന്നാണ് ഉപ്പ മരിച്ചെന്ന് വെച്ചിട്ടാ കൂട്ടുന്നത്. അപ്പൊ ഇത്രയും കൊല്ലം വഫാത്തായ ആള് ബദറിലൊക്കെ എങ്ങനെ വന്ന്? അള്ളാഹ്ക്ക് മരിച്ചാൽ അയാത്താക്കാൻ കഴിയൂല എന്ന പിന്നെ ചോദ്യം. അതാണ് നമ്മളെ ചർച്ചാ വിഷയം. ഇന്നല്ലാഹു അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇങ്ങനത്തെ ജാഹലീങ്ങളെ കൊണ്ട് എന്തായിപ്പോയി നമ്മ ആകെ ഇബിത്തലായി കഴിഞ്ഞു വരും. മൂസാ നബിക്ക് ഫിർഔൻ അനുയായികളും, ഇബ്രാഹിം നബിക്ക് നമ്രൂദ്. നമ്മൾ എന്നെ പോലത്താക്ക് ഇത്തരക്കാരൻ പണ്ട് കുട്ടികളെ കൊണ്ടിട്ട് ഹുവൈലിദ് ബദരീകളിലില്ല, ഖാലിദ്, ഹുലൈദ്. കണ്ണിലെണ്ണ വിധിനെ നന്നാക്കി അച്ചടിച്ചത് സാലിയാന്നേ ഉള്ളൂ. ഇതിന് അതിന് ക്രെഡിറ്റ് വേണ്ടെന്ന് വെച്ചിട്ട് ആകെ ഉപകരിക്കട്ടു. അതെ, അതെന്താ ഹിസാനൻ ലിദന്നിഹി ബില്ലാഹി അന്നസ്സിദ്ഖ ഫില്ലാഹി യുൻജിഹി. മൂപ്പർ അഖീദ പറഞ്ഞു, ശൈഖിനോട് ചെയ്ത ആ കരാറില് എന്തുണ്ട്? സിദ്ഖ് അല്ലാഹു തആല എന്നെ രക്ഷപ്പെടുത്തും, എനിക്ക് ഒരു അപകടം പറ്റൂല എന്നുള്ള ആ ഇത്തിഖാദിനെ പറഞ്ഞു. അതാ ഞാൻ പറഞ്ഞ അപകടകരമായ കാര്യത്തിൽ രക്ഷപ്പെടുമെന്നവർക്ക് തന്നെ ഉണ്ടെങ്കിൽ അത് കിടക്കാമല്ലോ. പാമ്പിനെ പിടിക്കുന്ന ആളില്ലേ, എങ്ങനെയാ? وأنه ببركة صحبته للصالحين لا يصيبه سوء. സാലിഹീങ്ങളോടുള്ള സുഹബത്ത് കാരണത്താൽ എനിക്കൊരു സൂഉം എത്തൂലാന്നാണ്. എന്നല്ലാണ് ലാ അന്ന ശൈഖ യുതാഉ ഫിൽ മഹ്ദൂരി ശറഅൻ. ശറഇൽ വിരോധിക്കപ്പെട്ട കാര്യത്തിൽ ശൈഖിനെ അംഗീകരിക്കണം എന്നല്ല ഇതിന് മനസ്സിലാക്കേണ്ടത്. സൈദാപ്പുറം വായിക്കണ്ട. ഔ അന്നഹു മഅസൂമുൻ, അല്ലെങ്കിൽ ശൈഖ് മഅസൂമാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടല്ല. ഔ ഗൈറ ദാലിക മിനൽ മആനിൽ മുഖാലിഫത്തി ലിഅഖീദത്തിൽ മുസ്ലിം വമൻഹജി. മുസ്ലിമീങ്ങൾക്കുള്ളൊരു അഖീദ ഉണ്ട്. ഇത് മുസ്ലിമീങ്ങളിൽപ്പെട്ട അയിമ്മത്തിന്. എന്നിട്ട് ആരെങ്കിലും എന്തെങ്കിലും ഖുറാഫാത്തും കഞ്ഞിമോലിയോ അതും ഇതും വെച്ച് പുലർത്തുന്ന ആ വിശ്വാസത്തെ പറ്റിയല്ല പറയും. അപ്പം അതിനെതിരാകുന്ന വിശ്വാസങ്ങളൊന്നും ഇവിടെ ഇല്ല. അതുകൊണ്ട് ഫഖ്ദ തമ്പി അത് എടുത്തു വരേണ്ട ആവശ്യം ആയിട്ട് വന്നാണ് പറഞ്ഞെന്നാ പറഞ്ഞത്. ഇനി പറയാൻ പോകുന്നത് സിദ്ക്കിനെ പൊളിച്ചു കളയുന്ന കാര്യം. ആഫാത്ത് സിദ്ക്ക്, സിദ്ക്കിന് ആഫാത്ത് ഉണ്ട് എന്ന് പറഞ്ഞാൽ അതിന് സൈഡ് എഫക്റ്റ് ഉണ്ട് എന്നല്ല. ആ കുളിയ തിന്നാൽ സൈഡ് എഫക്റ്റ് ഉണ്ടെന്ന് പറഞ്ഞാൽ എന്താണ്? ആ കുളിയന്റെ ദോഷം. അപ്പൊ സിദ്ക്ക് ഈ സൈഡ് എഫക്റ്റ് ഉണ്ട് ആഫാത്ത്. അതല്ല, സിദ്ക്കിനെ പൊളിച്ചു കളയുന്ന കാര്യത്തിന് ആഫാത്ത് സിദ്ക്ക് എന്ന് കൊടുക്കുന്നു. അൽ ആഫത്തുൽ ഊല കദിബ്. അതായത് ഇതിന് വിപരീതമായ കാര്യങ്ങൾ കദിബ്. قال الله عز وجل في كتابه العزيز ولا تقف ما ليس لك به علم. നിനക്ക് വിവരമില്ലാത്തതിൻ്റെ പിന്നാലെ നീ തുടരാൻ പോണ്ടാവും. ഒന്നിക്ക് നേരാന്ന് ഉറപ്പ് വരണം, അല്ലെങ്കിൽ കളവാന്ന് ഉറപ്പാണ്. കാരണം കൊള്ളാനും തള്ളാനും വേണം ബയ്യിനത്ത്. ഇന്ന السمع والبصر والفؤاد كل أولئك كان عنه مسؤولا. സംഉം ബസറും ഫുആദും അത് മുഴുവനും ചോദിക്കപ്പെടുന്നതാണ്. قال الإمام النووي رحمه الله في كتابه الأذكار പറഞ്ഞു كتظاهرت نصوص الكتاب والسنة. കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും നസ്സുകൾ ഏകോപിച്ചിട്ടുണ്ട് അലാ തഹരീമിൽ കദിബ് ഫിൽ ജുംല. ഫിൽ ജുംല എന്ന് പറഞ്ഞാൽ ഇന്ന സമയം എന്ന് പറയാതെ മൊത്തത്തിൽ കദിബ് ഹറാമാണ്. എന്നിട്ട് അതിൽ നിന്നുണ്ടാകും ചില സംഗതികൾ ഇഷ്ടത്തിന്. വഹു മിൻ കബാഇഹിൽ ദുനൂബ്. അത് ദോഷങ്ങളിൽ മോശമായതാണ്. ഫബാഹിഷിൽ നുജൂബുമാണ്. വൈജ്മാഉൽ ഉമ്മത്തി മുൻഅഖിദുൻ അലാ തഹരീമിഹി. അത് തഹരീമാണെന്ന് ഇജ്മാഉമുണ്ട്. അപ്പം എന്താ ഈ ഖുർആൻ ഹദീസ് ഇജ്മാ, ഇതൊക്കെ വന്നതിന് ഖിയാസിൻ്റെ ആവശ്യമില്ലല്ലോ. അപ്പോൾ അത് ഏതോടൊപ്പം ആ നുസൂസിൽ മുത്തല്ലാഹിനെ നേരത്തെ പറഞ്ഞല്ലോ, ഇത് കിതാബിൻ്റെയും സുന്നത്തിൻ്റെയും നസ്സുകൾ ഏകോപിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞതിന് പുറമെയാണ്. അപ്പോൾ കിതാബുമായി സുന്നത്തുമായി ഇജ്മാഉം. അതുകൊണ്ട് ഫലാ ലറൂറത ഇലാ നഖലി അഫ്റാദിഹ. അങ്ങനെ കദിബിൻ്റെ അഫ്റാദ് ഓരോന്നോരോന്നോരോന്ന് എണ്ണണ്ട. കദിബാണോ എന്നേ നോക്കണ്ടുള്ളൂ. വൈന്നമൽ മുഹിമ്മു ബയാനു മാ യുസ്തസിനാ മിന്നു. പക്ഷെ അതിൽ നിന്ന് ഒഴിവാക്കേണ്ടത് ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ട്. ഇസ്തസിന വത്തംബിഹു അലാ ദഖായിഖിഹി. അതിന് നിഗൂഢമായ കാര്യം ഉണർത്തലും. വയക്ഫീ ഫി തംഫീർ മിൻഹു.
ഈ കളവിനെ തൊട്ടിട്ട് പിന്തിരിപ്പിക്കാൻ ആവശ്യമായതാണ് അൽ ഹദീസുൽ മുത്തഫഖു അലാ സിഹത്തിഹി, സഹീഹാണ് എന്ന് ഇത്തിഫാഖ് മുത്തഫഖ് ഒരു ഹദീസ്. വഹുമാ റവൈനഹു ഫീ സഹീഹൈഹിമ, ഹദീസിൻ്റെ സഹീഹ് ഉണ്ടല്ലോ, അത് റിവായത്ത് ചെയ്തതാണ്. അൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആയത്തുൽ മുനാഫിഖി സലാസുൻ, മുനാഫിക്കിൻ്റെ ലക്ഷണം 3 എണ്ണമുണ്ട്. ഇദാ ഹദ്ദസ കദബ, അതാ സംസാരിക്കുകയാണ്, തൊള്ള തുറന്ന കളവ പറഞ്ഞത്. വൈദാ വഅദ അഖ്ലഫ, വാഗ്ദത്തം ചെയ്താൽ അത് ലംഘിക്കും. വൈദ ഇത്മിന ഖാന, വിശ്വാസം അർപ്പിച്ചാൽ ആ വിശ്വാസത്തിൽ വഞ്ചന ചേർക്കും. ചിലപ്പോൾ ഈ 3 ഒരുമിച്ച് കൂടി ചില ആളുകളുണ്ടാവും. അത്തരക്കാർ നമ്മുടെ സാധനത്തെ ഇവർ കൊണ്ടുവരുത്തുന്നതിനാണ് നമ്മൾ ഭരക്ക അക്ഷേപം വന്നിരിക്കുന്നത്. ഓർക്കിടുന്ന ഖിലാഫത്ത് കിട്ടിയിരുന്നു, അത് നടക്കേറിയിട്ട് കൊണ്ടുവരുത്തുന്നുണ്ട്. പല വൈക്കുന്ന ചോദ്യം വരുന്നുണ്ട്. ഈ 3 ലക്ഷണങ്ങൾ ഒത്ത ഒരാളെ എന്തുകൊണ്ട് ആരാ ഖലീഫയാക്കിയിട്ടാണ് നിശ്ചയിച്ചത്? അങ്ങനെയുള്ള വേദിയല്ല ഷാദിദത്തിൽ കുൽത്തു. ഇത് ഇമാം നബവി ഞങ്ങളാ പറയുന്നു. വഅലൈഹി ഫൽകദിബു തഅതദീഹി അഹ്കാമുൻ, കദിബിന് പല അഹ്കാമും മാറി മാറി വരാം. ഖാല ഹുജ്ജത്തുൽ ഇസ്ലാം ഫിൽ ഇഹ്യായിൽ പറഞ്ഞു വല്ലാബിതു ഫീ ദാലിക, അതിലുള്ള നാബിത്ത പറയാം, മൊത്തത്തിലെല്ലാം മനസ്സിലാക്കാൻ. അന്ന കുല്ല മഖ്സൂദിൻ മഹ്മൂദിൻ, ഒരു സ്തുത്യർഹമായ ഒരു മഖ്സൂദുണ്ട്, അത് പൂർത്തിയാവണം. യുംകിനു തവസ്സുലു ബിഹി ഇല സിദ്ഖ് പറഞ്ഞാൽ തന്നെ കാര്യം നടക്കും. വൽ കദിബ് പറഞ്ഞാലും നടക്കും. എന്നാൽ കദിബ് ഒഴിവാക്കിയേ പറ്റൂ, കാരണം സിദ്ഖ് നടക്കുന്നുണ്ടല്ലോ. ജമിയാൻ ഫൽ കദിബ് ഫീഹി ഹറാമുൻ, കദിബ് അതിൽ ഹറാമുൻ, കുറ്റകരമായി. ഔ ബിൽ കദിബി വഹദഹു, അല്ലെങ്കിൽ കദിബ് കൊണ്ടേ നടക്കുള്ളൂ. എന്നാൽ കളവ് പറഞ്ഞിട്ട് കാര്യം നടപ്പിലാക്കണമോ? അപ്പൊ അതും ചോദിക്കുന്നത് ഇൻ നുബിഹ തഹ്സീലു ദാലിക മുബാഹുൻ ഇൻ നുബിഹ തഹ്സീലു ദാലികൽ മഖ്സൂദ്, ആ മഖ്സൂദ് പൂർത്തിയാവൽ മുബാഹായ കാര്യമാണെങ്കിൽ അതിലേക്ക് വസീലയാകുന്ന കളവ് മുബാഹാവും. വാജിബാണെങ്കിൽ കളവ് വാജിബാകും. വാജിബുൻ ഇം വജബ. കമാ ലൗ റഅ മാസൂമൻ, ഒരു കാക്കപ്പെടേണ്ടുന്ന ഒരു മോമിനായ ശരീരത്തിനെ കണ്ട് ഇഖ്തഫ മിൻ ദാലിമിൻ, ദാലിമിനെ കണ്ടിട്ട് ഒളിച്ചത്. ഞാൻ നേര് പറയുന്ന ആളാകാൻ വേണ്ടി ഈ മോമിൻ എന്തെങ്കിലും ഒളിച്ചിട്ടുണ്ടെന്ന് പറയാൻ പാടില്ല. യുരീദു ഖത്ലഹു, അയാളെ കൊല്ലാനോ അവിദാഹു എല്ലാം മറ്റെന്തെങ്കിലും ശല്യം ചെയ്യാനോ ഉദ്ദേശിച്ചുകൊണ്ട് ദാലിമ് വന്നു. അവിടെ എന്താക്കും? ആ മോമിനെ രക്ഷപ്പെടുത്തൽ വാജിബായതുകൊണ്ട് കളവ് പറഞ്ഞിട്ട് രക്ഷപ്പെടുത്തണം. അലി മുജൂബി ഇസ്മത്തി ദമിഹി, അദ്ദേഹത്തിന്റെ ചോര കാക്കൽ വാജിബാണല്ലോ. ഔ സഅലഹു ലാലിമൻ അൻ വദീഅത്തിൻ, ഒരു ലാലിമ് വന്നിട്ട് ഒരു വദീഅത്ത് പറ്റി ചോദിച്ചു, യുഖീനു അഹ്ദഹു, എനിക്ക് പിടിച്ചെടുക്കാൻ. ഫഇന്നഹു യജിബു അലൈഹി ഇൻകാറുഹാ, ഇൻകാർ വാജിബാണ്. വൈൻ കദബ, അത് കളവരേണ്ടി വന്നാലും. എന്ന് മാത്രമല്ല സത്യം ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെട്ടാൽ ലസിമഹുൽ ഹലിഫ്, സത്യം ചെയ്യലും വാജിബാകും. പക്ഷെ സത്യം ചെയ്യുമ്പോൾ എന്താ വേണം? സൂക്ഷിക്കണം. മറ്റൊരർത്ഥം സൂചിപ്പിച്ചുകൊണ്ട് പറഞ്ഞാൽ മതി. വൈല്ല, അങ്ങനെയല്ലെങ്കിൽ ഹദീസ് സത്യത്തിന് എന്താക്കണം? കഫാറത്ത് കൊടുക്കണം എന്നാണ്. വലസിമത്തുൽ കഫാറത്തു. വൈദാലം യത്തിമ മഖ്സൂദു ഹറബിൻ ഔ ഇസ്ലാഹു ദാത്തിൽ ബൈനി, ഒരു യുദ്ധത്തിന്റെ മഖ്സൂദ് പൂർത്തിയാകൂല നോക്ക്. അല്ലെങ്കിലോ പിണങ്ങി നിൽക്കുന്ന രണ്ടാളെ യോജിപ്പിക്കൽ നടക്കൂല. വസ്തിമാലത്തെ കൽബീൻ, അത് മജ്നിയിൻ അലൈഹി, ആക്രമിക്കപ്പെട്ട ഒരു അക്രമത്തിന് വിധേയനായ ഒരു മനുഷ്യന്റെ കൽബിനെ മയപ്പെടുത്തൽ ഇല്ലാ ബി കദിബിൻ, കദിബ് പറഞ്ഞിട്ടെല്ലാം നടക്കില്ലെങ്കിൽ ഉബീഹ, അത് അവിടെ ഹലാലായി വരും. വലൗ സഅലഹു സുൽത്താനുൻ അൻ ഫാഹിശത്തിൻ വഖഅദ സിർറൻ, രഹസ്യമായി നടന്ന ഒരു കുറ്റകൃത്യം വന്നിട്ട് സുൽത്താൻ ചോദിച്ചു, ഷുർബിൽ ഖംദി ഫലഹു അൻ യകദിബ, എനിക്ക് കള്ളം പറയാം, ചെയ്തിട്ടില്ല എന്ന് പറയുന്നു. വയഖൂലു മാ ഫഅൽതു വലഹു അൻ യുൻകിറ സിർറ അഖീഹി, അതുപോലെ അഖിന്റെ സിർറും വെളിപ്പെട്ട് ഇൻകാറാക്കൽ ജായിസാണ്. ഓനങ്ങനെ ചെയ്തിട്ടേ ഇല്ല. وقد نظم بعضهم أحكام الكذب بقوله لقد أوجبوا زورا لإنقاذ مسلم وما له إذا هو بالجور يطلب ويكره تطييبا لخاطر أهله وأما لإرهاب العدو ويندب وجاز لإصلاح ويحرم ما سوى
ഉലായി ഫമാ നളമുൻ ലഹുന്ന മുഹല്ലബു. ഒരുപാട് അഹ്കാം കണ്ടിട്ടുണ്ട്. ഒന്ന് വാജിബാകുന്ന കോലം. ലഖദ് ഔജബു സൂറൻ, കളവ് അറിയിൽ വാജിബാകും. ഇപ്പോൾ ലീഖാദി മുസ്ലിമിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഒന്ന്. വ മാലില്ലഹു, അവൻ്റെ മുതൽ രക്ഷപ്പെടുത്താനും. എപ്പോഴും ഇദാഹുവ യുത്ലബു ബിൽ ജൗർ, അക്രമകരമായിട്ട് മറ്റൊരാൾ തേടിയിട്ട് വന്നാൽ. ഇനി കറാഹത്താ പറയുന്നു. വയുക്റാഹു തത്യ്യിബൻ ലിഖാതിരി അഹ്ലിഹി, അവൻ്റെ കുടുംബത്തിൻ്റെ മനസ്സ് ഖാത്തിർ ശരിയാക്കാൻ വേണ്ടി എന്താക്കുന്നത്, അത് കളമുറയിൽ കറാഹത്താവും. വമ്മാലി ഇർഹാബിൽ അദുവി, അദുവിനെ പേടിപ്പിക്കാൻ വേണ്ടിയാണെങ്കിൽ ഫയുന്തബു. അപ്പം എത്ര ഹുക്കുമായി? വാജിബ് പറഞ്ഞു, കറാഹത്ത് പറഞ്ഞു, സുന്നത്തും. വജാസ, ജായിസാണ് ഇസ്ലാഹിൻ, പണങ്ങി നിൽക്കുന്നവരെ യോജിപ്പിക്കാൻ വേണ്ടി. അപ്പം എത്ര ഹുക്കുമ്? 4. വയഹ്റുമു മാ സിവാ ഉലായി, ബാക്കിയെല്ലാം ഹറാമാന്ന് വെച്ചോ. ഫദാ നദമുൻ ലഹുന്ന മുഹല്ലബൂൻ. അത് ശറൽ മദ്ഹബി പറഞ്ഞ മസാല ബൈത്താക്കിയത്. ഇർശാദുൻ ഖാല സയ്യിദുൽ ഖുതുബ് അബ്ദുല്ലാഹി ബിൻ അലവിയ്യിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അൽ കദിബു കദിബാനി, കദിബ് 2 തരത്തിലുണ്ട്. കദിബുൻ യഖ്തലിഖുൽ ഇൻസാനു ബി അൻ യകൂന ഖിലാഫൽ വാഖിഇ, സംഭവിച്ചതിന് എതിരായിക്കൊണ്ട് ഒരു മനുഷ്യൻ കെട്ടിയുണ്ടാക്കിയിട്ട് പറയുന്ന കളവുണ്ട്. വഹാദാ കദിബുൽ ഫുസ്സാഖ്, അതിനാണ് പാശകങ്ങളെ കദിബ് എന്നതിന് പറയുന്നത്. വകദിബും ഫിൽ ഹാലി ബിഹൈസു, ഹാലിലുള്ള കദിബ്, അതാ ഇല്ലാത്ത ഹാല് പ്രകടമാക്കൽ. അതെങ്ങനെ? ബിഹൈസു യദ്ദഇ അംറൻ, ഒരു കാര്യം അവൻ ബാധിക്കുന്നു, ഞാൻ വലിയ സാഹിദാണ്, ഞാൻ അങ്ങനത്തെ ആളാണ്, ഞാൻ ഇങ്ങനത്തെ ആളാന്ന്. ലബിംതുഹിന ഫീഹി, അവിടെ ഒരു പ്രദേശം നടത്തിയാൽ ലക്കാൻ അല ഖിലാഫി ദാലിക, അതിന് വിരുദ്ധമായിട്ടാണ് പുലരുക. ഞാൻ വലിയൊരു ആലിമാന്ന് വാദിക്കുന്നാക്കുണ്ടാക്കി എന്നറിയാം, പിന്നെ കിതാബിൽ ഇപ്പുറത്തൊന്ന് വായിച്ചട്ടെ എന്ന് പറയാം. അവിടെ ഡ്രൈവിങ്ങിന് വിസ കിട്ടിയില്ലല്ല, ആർക്ക്? അന്നപ്പുറത്തെ മുമ്പിൽ സീറ്റ് ഇരുന്നാൾ മാത്രം, മുടിക്കാൻ പഠിച്ചിട്ടില്ല. ഇങ്ങനെയാ വിസ രസമാക്കി പോയ പാട് അറബി പറഞ്ഞ് താക്കോൽ കൊടുത്ത് പറഞ്ഞ് ആ പാർക്കിൽ നിന്ന് വണ്ടി എടുത്ത് ഓർത്ത് നോക്കുന്നു ഉണ്ടാക്കല്. കഴിയോ? പറ. എന്നാ പിന്നെ വന്ന വണ്ടിക്ക് തന്നെ ഇവിടെ എനിക്ക് വന്നു. എന്നിട്ട് എൻ്റെ തുർക്കിന് വന്നു, ഡ്രൈവറല്ലാത്ത ഒരാളെ ഡ്രൈവറാക്കാൻ പറ്റുന്ന ഉറുക്കുണ്ടോന്ന്. പിന്നെ 10ാം ക്ലാസ്സിൽ പഠിച്ച് തോറ്റുണ്ട്, ഗ്രാജുവേറ്റിൻ്റെ സർട്ടിഫിക്കറ്റ് വാങ്ങി. അങ്ങ് നാട്ടിൽ പോയി. അങ്ങ് ഗൾഫിൽ പോയപ്പോൾ 2 വലിയ ഇംഗ്ലീഷുകാർ വെച്ചിട്ട് പറഞ്ഞു ഒന്ന് സംസാരിച്ചിട്ട്. ആകെപ്പാടെ വാട്ടിയസന്നെ എന്ന് മാത്രം ചോദിച്ചിട്ട് പിന്നെ മുണ്ടാട്ടില്ല. ഓ എൻ്റെ മോനിക്ക് ആരോ ഷെയർ ചെയ്ത് ആരോ ഊതിപ്പറഞ്ഞ ആഴ്ചയാണ്. പിന്നെ കഞ്ഞി മൂലക്ക് എന്തോ തുറി കൊണ്ടാണ്. അതുകൊണ്ട് ഉസ്താദെ 10ാം ക്ലാസ് പഠിച്ചോനിക്ക് ഡിഗ്രി കിട്ടുന്ന ഉറുക്കുണ്ട ഇടാം. ഈ വ്യാജം ഉണ്ടാക്കേണ്ട ഉറുക്ക് നമ്മൾ ഇമാനുകളെ കിതാബ് പറയൂലല്ല. ഡ്രൈവറാണെങ്കിൽ ഡ്രൈവറിൽ പഠിച്ച് പാസ്സായിട്ട് പോയിക്കോ. അതാണ് ഇംതിഹാൻ നടത്തിയാൽ പൊളിയും. ഇതാണ് കളവ്. വലാ യസീറുൽ ഇൻസാനു മിന സിദ്ദീഖീൻ, സിദ്ദീഖീങ്ങളിൽ ഒരു മനുഷ്യൻ പൊടൂല ഹത്താ യസ്തുക ഫിൽ അംറൈനി ജമീഇ, ഈ 2 ജാതി കളവും ഒഴിവാക്കണം. കുറച്ച് പ്രത്യേകം ഓർമ്മയുണ്ട്. അതെ, ഓളെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി. എനിക്ക് വിദേശത്തുള്ള അത്തരം കൊണ്ട് തന്നെ പുറം തന്നെ എന്നൊക്കെ നല്ല മോഡിയുള്ള വിദേശത്തെന്നോ തോന്നിപ്പിക്കുന്ന വാങ്ങിയിട്ട് ഇന്ത്യയിൽ നിന്ന് കൊണ്ട് കൊടുക്കുക. ഇതാ അത് വിദേശത്തു നിന്ന് തന്നെയാണ്. വിദേശത്തു നിന്നല്ലേ ഒന്നുമില്ല.